കേരളത്തിൽ അടുത്ത സർക്കാർ ആരാകും എന്ന ചോദ്യത്തിന് ഉത്തരമറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രം. അപ്പോഴാണ് അടുത്ത മുഖ്യമന്ത്രിയെ സംബന്ധിച്ച ലീഗ് നിലപാട് വിവാദമാകുന്നത്. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനെയാണ് പിന്തുണയ്ക്കുന്നത് എന്ന് ലീഗ് പറയാതെ പറഞ്ഞു കഴിഞ്ഞു. സതീശന് ലഭിക്കുന്ന പിന്തുണ ജനങ്ങളുടെ വികാരമാണെന്നും UDF അധികാരത്തിലെത്തിയാൽ ജനാഭിപ്രായം പരിഗണിച്ചായിരിക്കും തീരുമാനങ്ങളെന്നും പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ വ്യക്തമാക്കി കഴിഞ്ഞു. ഈ പ്രസ്താവന UDFന് തലവേദനയായോ? കോൺഗ്രസിൽ അതൃപ്തി പുകയുന്നുണ്ടോ? കോൺഗ്രസിൻ്റെ ആഭ്യന്തര കാര്യത്തിൽ ഘടകകക്ഷിയായ ലീഗ് ഇടപെടുകയാണോ? ലീഗിൻ്റെ പ്രസ്താവനകൾ അതിരുവിട്ടോ? എക്സിറ്റ് പോൾ ഫലങ്ങൾ UDFന് മുൻതൂക്കം പ്രവചിക്കുന്ന സാഹചര്യത്തിൽ സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ നിലപാടിൻ്റെ രാഷ്ട്രീയ പ്രാധാന്യം എന്നാണ് ന്യൂസ് 18 പൊതുവേദി ഇന്ന് ചർച്ച ചെയ്യുന്നത്. എല്ലാവർക്കും പൊതുവേദിയിലേക്ക് സ്വാഗതം. അപ്പോൾ യൂട്യൂബിൽ എന്നോടൊപ്പം ഷിജു ചേർന്നിട്ടുണ്ട്. എന്നോട് നമസ്കാരമൊക്കെ പറയുന്നുണ്ട്. നമ്മുടെ ആദ്യ പ്രേക്ഷകൻ വരുന്നത് നമ്മുടെ കുഞ്ഞാമതാണ്. കുഞ്ഞാമതേ, ശ്രീ കുഞ്ഞാമത്, ഗുഡ് ഈവനിങ്. അപ്പോൾ ശ്രീ കുഞ്ഞാമത്, സന്തോഷം തരുന്ന എക്സിറ്റ് പോൾ ഫലങ്ങളല്ല വന്നിട്ടുള്ളത് കേട്ടോ. ഞങ്ങൾക്ക് രോഗം തീർത്തടി പറഞ്ഞാലും ഒരു സന്തോഷക്കുറവില്ല. ഞങ്ങൾ തിരഞ്ഞെടുപ്പ് തോൽവുകയും ചെയ്തതും കണ്ടിട്ട് വളർന്നോല. ലോകത്തിലെ ജനങ്ങളുള്ള അവശിഷ്ടങ്ങളുള്ള സ്ഥലത്തിന്റെ ഞങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ട്. അപ്പൊ തെരഞ്ഞെടുപ്പിൽ ജയപരാജയങ്ങളൊന്നും വലിയ വിഷയമല്ല. പക്ഷെ അല്ല, ഞാൻ ചോദിക്കുന്നത് ശ്രീ കുഞ്ഞുമുഹമ്മദേ, ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ വിശ്വാസം ഉണ്ടോ? അതോ ഒരു എക്സിറ്റ് പോൾ പോലെ ഞങ്ങൾ തള്ളിക്കളിയാതൊന്നും ഞങ്ങൾക്ക് നാലാമത് കാണുന്ന എക്സിറ്റ് പോളാ ഞങ്ങൾക്ക് വിശ്വാസമുള്ളൂ. എക്സിറ്റ് പോൾ മാത്രമേ വിശ്വസിക്കുള്ളൂ, എക്സിറ്റ് പോൾ വേണ്ട. 4-ാം തീയതി കാണുന്ന എക്സിറ്റ് പോൾ മാത്രമേ വിശ്വാസമുള്ളൂ, അതിന് വേറൊരു വിശ്വാസമില്ല. ശരി. മെയ് 23-ന് കേരളത്തിന്റെ അധികാരം നിലക്കുന്നത് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ആയിരിക്കും. പ്രതിജ്ഞ 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 പ്രതിജ്ഞ. ഞാനപ്പോ ഞാൻ 5-ാം തീയതി പൊതുവേദിയിൽ നമുക്ക് ഒന്നും കൂടി നോക്കട്ടെ. എന്താ, ഞാൻ 11 മണിക്ക് എന്നെ വിളിച്ചാൽ ഞാൻ ഫോൺ എടുക്കും. ശരി ശരി. അപ്പൊ ഞാനേ ഏതായാലും നമ്മൾ പിന്നീട് കാണും. അപ്പൊ അങ്ങ് പറഞ്ഞത് ശരിയാണെങ്കിൽ കാര്യം പറയാണ്ട് ജമാഅത്തെ ഇസ്ലാമി, SDPI, മുസ്ലിം ലീഗ് വർഗീയ പാർട്ടികളുടെ കയ്യിൽ കേരളത്തിന്റെ ഭരണം ഒരിക്കലും പോകാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. ശരി. അപ്പൊ ഏതായാലും ഇത് തെരഞ്ഞെടുപ്പിന്റെ ഫലം വന്നു കഴിഞ്ഞിട്ട് അങ്ങ് പറഞ്ഞത് ശരിയാണെങ്കിൽ അങ്ങ് ഞാൻ അനുമോദിക്കാം. അങ്ങ് പറഞ്ഞത് തെറ്റാണെങ്കിൽ പിന്നെ കുഴപ്പമൊന്നുമില്ല, അത് നമുക്ക് സാരമില്ല എന്ന് വിചാരിക്കാം. ഈ വർഗീയ പാർട്ടിയുടെ കയ്യിലേക്ക് അധികാരം പോണത്. ഓ ശരി. അപ്പൊ ഈ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് ലീഗ് അഭിപ്രായം പറഞ്ഞതിനോട് അങ്ങക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? മുഖ്യമന്ത്രി ആകില്ല, പിന്നെ എന്തിനു അഭിപ്രായം പറഞ്ഞു എന്നാണോ? എനിക്ക് തോന്നുന്നു കുഞ്ഞു ടെലിഫോൺ ലൈനിൽ എന്തോ പറ്റി. അപ്പൊ വർഗീസ് എന്നോടൊപ്പം ചേരുന്നു, പെരുമ്പാവൂർന്ന്. ശ്രീ വർഗീസ്. ഹലോ. യെസ്. ഈ എനിക്ക് പറയാനുള്ളതല്ലോ, ഞാൻ പറയാം, അങ്ങോട്ട് പറയാം. മുഖ്യമന്ത്രി സ്ഥാനം തന്നെയല്ല, ഭരണത്തിലുടനീളം മുസ്ലിം ലീഗ് ഇടപെട്ടുകൊണ്ടേയിരിക്കും. അധികാരത്തിന്റെ മുഖ്യ പങ്ക് അവർ നിയന്ത്രിക്കുന്നതായിരിക്കും കാര്യം നടക്കുന്നത്. വി.ഡി. സതീശനെ അവർ മുൻകൂട്ടി പറയാൻ കോൺഗ്രസ് പാർട്ടിയായ അവർ മുൻകൂട്ടി പറഞ്ഞത് തെറ്റായി പോയി. കാരണം ഈ വി.ഡി. സതീശൻ എന്ന് പറയുന്ന ആള് ഉപതെരഞ്ഞെടുപ്പുകളിൽ ജയിച്ചിപ്പിച്ചു എന്നാണ്. ഉപതെരഞ്ഞെടുപ്പ് അവരുടെ മണ്ഡലങ്ങളെ തൃക്കാക്കരയും പുതുപ്പള്ളിയൊക്കെ അവരുടെ മണ്ഡലമായിരുന്നു. പിന്നെ പോയിട്ടുള്ള നിലമ്പൂരും അത് പണ്ട് സ്ഥിരമായിട്ട് അവർ ജയിച്ചാൽ ആ പണക്കാരൻ വന്നതനുസരിച്ച് ഇടതുപക്ഷത്തിനുള്ള കൃഷ്ടി മാത്രമേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് ഈ സതീശൻ എന്ന് പറഞ്ഞ വെറും വാക്ക് താമസം കൊണ്ട് ചുമ്മാ ഒരു പുഴ അടിക്കുന്നതാണ്. അർഹതപ്പെട്ടത് ചെന്നിത്തലയ്ക്കാണ്. പക്ഷെ അത് അവരുടെ കാര്യം. പക്ഷെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, ചിലപ്പോൾ അടുത്ത വർഷത്തിന് ഭരണം നഷ്ടപ്പെട്ടേക്കാം. പക്ഷെ നഷ്ടപ്പെട്ടാലും വരുന്ന 5 വർഷം ഈ അധികാരി മോഹികളുടെ തമ്മിലടി കാണാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ്. ശരി, ഓക്കെ, വ്യക്തമാണ്. അപ്പൊ ഷാൻ എന്നോടൊപ്പം ചേരുന്നു, പാലരുവട്ടന്ന്. ഷാൻ, ഹലോ, നമസ്കാരം. ഷാൻ കുറെ ദിവസമായല്ലോ അല്ലേ പൊതുവേദിയിലേക്ക് വിളിച്ചു? തെരഞ്ഞെടുപ്പിന്റെ തിരക്കിലായിരുന്നോ? തെരഞ്ഞെടുപ്പൊക്കെ അപ്പൊ പ്രചരണ രംഗത്തൊക്കെ സജീവമായി ഉണ്ടായിരുന്നു? പ്രചരണമൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു. ഇതിനകത്ത് തമാശയായിട്ട് തോന്നിയത് കോൺഗ്രസിന്റെ ഇതായിരുന്നു. അല്ലെ, മന്ത്രി സ്ഥാനം ആർക്കാണെന്നുള്ളത്. നമ്മൾ ഈ പരിപാടിയായിട്ട് ബന്ധപ്പെട്ടിട്ട് നടക്കുമ്പോഴല്ല എല്ലാം കാണുമ്പോഴും നാട്ടുകാരും ചിരിക്കുന്നു, പോണ സ്ഥലത്തും ചിരിക്കുന്നു. ഇവർക്ക് ഇതെങ്കിലും നിർത്തിയായിട്ട് മര്യാദക്ക് നടത്തിയെങ്കിൽ ഇത് ആൾക്കാർക്ക്, കാണുന്ന ആൾക്കാർക്കെങ്കിലും കുറച്ച് സുഖകരമായത്. അമ്മാര് പരിപാടിയൊക്കെയാണ് ഇവര് നടത്തുന്നത്.
അതെ, മൊത്തത്തിൽ ആളുകളെ എല്ലാം പരിഹസിക്കുന്ന തരത്തിലേക്കാണോ കാര്യങ്ങൾ കൊണ്ടെത്തിക്കുന്നത്? അതെ അതെ, അമ്മാതി കാര്യത്തിലേക്കാണ് കോൺഗ്രസ് പോകുന്നത്. അതാണ് കാര്യത്തിലുള്ള തമാശ. ആരെങ്കിലും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വേണ്ടി ഇപ്പോഴേ ചർച്ച തുടങ്ങിയെന്ന് കേൾക്കുമ്പോൾ തന്നെ തമാശയായിട്ട് തോന്നുന്നു നാട്ടുകാർക്ക്. ശരി, ഇതൊക്കെ വ്യക്തമാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് ശേഷം ചെയ്യേണ്ടായിരുന്നു. ഉം. ഇതിപ്പോ നിലവില് നാട്ടുകാരുടെ മുമ്പിൽ അപഹാസ്യരാണ് ഇവര്. കാരണം LDF ചെയ്തേക്കൽ എന്താണോ അതൊക്കെ നാട്ടുകാർ കാണുന്നുണ്ടായിരിക്കും, UDF എന്താണോ അതൊക്കെ നാട്ടുകാർ കാണുന്നുണ്ടായിരിക്കും. ശരി, തെരഞ്ഞെടുപ്പ് വ്യക്തമാണ്. സമയത്ത് താങ്കളുടെ കാണുന്ന അഭിപ്രായം കൃത്യമാണ്. അപ്പോൾ ലീഗ് വിൽ നോട്ട് ക്രിയേറ്റ് ഹെഡേക്ക് ബട്ട് ഡോണ്ട് ഗിവ് ദം എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് എന്നോട് ഷിജു പറയുകയാണ്. അത് നമുക്ക് പറയാൻ പറ്റില്ല. ലീഗിന് അവകാശപ്പെട്ട ഒരു വകുപ്പാണ് വിദ്യാഭ്യാസ വകുപ്പ്. അപ്പോൾ അത് കൊടുക്കരുത് എന്ന് നമ്മുടെ പ്രശ്ന ഷിജു എന്നോട് പറയുന്നു, കിരിയത്ത്. അപ്പോൾ മുരളി, നമ്മുടെ 3675 മുരളി എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. അപ്പോൾ മുരളിയും നമ്മുടെ പൊതുവേദിയുടെ ഭാഗമാണ്. അപ്പോൾ മുരളിക്ക് അപ്പോൾ ഷിജു എന്നോട് പറയുന്നത് എൻ്റെ ID കണ്ടിട്ട്, യൂട്യൂബ് ID കണ്ടിട്ട് മനസ്സിലായില്ല. അപ്പോൾ റോയ് തിരുവല്ലയിൽ നിന്ന് ചേരുന്നു. ശ്രീ റോയ്. ഹലോ. ശ്രീ റോയ്, ഇത് ഒരു പരിധി വിട്ട പ്രതികരണമായി എന്ന് റോയ് കരുതുന്നുണ്ടോ? അതോ ഇതൊക്കെ സ്വാഭാവികമായ പ്രതികരണം, മാധ്യമങ്ങൾ ഇതിന് ഇല്ലാത്തതിനെ വളച്ചൊടിച്ചു എന്ന? മാധ്യമങ്ങൾ പലതും പറയും, മാധ്യമങ്ങളല്ലല്ലോ. അപ്പോൾ ഇത് സാരമില്ല, ഇത് ഐക്യം അങ്ങനെ തന്നെ ഉണ്ട്, പ്രശ്നമൊന്നുമില്ല അല്ലേ എന്നാണ് വിചാരിക്കുന്നത്? മാധ്യമങ്ങൾ അങ്ങനെ പലതും പറയും. അത് കണക്കാക്കണ്ട. മാധ്യമങ്ങൾ പറയുന്ന കാര്യങ്ങൾക്ക് അത് വലിയ അപ്പൊ ഇത് ജനവികാരം VD സതീശനൊപ്പമാണെന്ന് ലീഗ് പറഞ്ഞതിനെ അങ്ങനെ ഇങ്ങനെ കാണുന്നു? ഉണ്ടാവാൻ ചാൻസ് കുറവാണ്. തുടർ ഭരണം ഉണ്ടാവുമെന്നാണ് നമ്മുടെ വിലയിരുത്തൽ. തുടർ ഭരണം വരും. അപ്പൊ ഈ എക്സാക്ട് പോളുകളാവില്ല, അതെല്ലാം തള്ളിക്കളയാൻ വിശ്വസിക്കേണ്ട കാര്യമില്ല. കാരണം ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നമ്മുടെ ഈ സർക്കാർ വന്നതിന് ശേഷം സർക്കാർ തിരിച്ചു വരുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ്. സുകുമാരൻ എന്നോടൊപ്പം ചേരുന്നത് കണ്ണൂരിൽ നിന്നാണ്. ശ്രീ സുകുമാരൻ. ഹലോ സാർ. നമസ്കാരം. ശ്രീ സുകുമാരനായിട്ട് സംസാരിച്ചിട്ട് കുറച്ച് ദിവസമായി അല്ലേ? കുറെ കാലമായി സാറിന്റെ സൗണ്ട് കേൾക്കാതെ. എന്ത് പറ്റി ശ്രീ സുകുമാരൻ? തിരക്കിലായി പോയോ അതോ ഞാൻ തിരക്കിലായി പോയോ? വിളിച്ചാൽ കിട്ടുന്നില്ല സാറേ. നമ്മ ഇന്ന് രാവിലെ വരെ 2 ആനേന്റെ കുഴപ്പം കേട്ടത്. ആണോ? അത് സാറിന്റെ നിങ്ങളെ ചാനലിൽ കാണിക്കാനിരിക്കും. അത് കാണിക്കുന്നുണ്ട്. എന്നാ അത് നേരിട്ട് രണ്ടിൽ കാണിക്കുന്നു. അതെ, ആനയൊക്കെ നമ്മൾ കാണിക്കുന്നുണ്ട്. നമ്മുടെ പൊതുവേദി സമയത്ത് നമ്മൾ ഈ വിഷയം എടുത്തുകൊണ്ട് ആനയില്ല. അതിനൊന്നും ചർച്ച പോകണം സാറേ. അതെല്ലാം ചർച്ച കൂടുന്നതാണ്. ആനയാണോ ചർച്ച ചെയ്യേണ്ടത്? അല്ല, അതും വേണം. ശരി, നമുക്ക് ആനയെ കുറിച്ച് ചർച്ച ചെയ്യാം. ഓക്കെ. അപ്പൊ ഇന്നത്തെ സമയം അതിക്രമിച്ചുകൊണ്ടാണ് ചുരുങ്ങിയ വാക്കുകളിൽ ഇത് സാറേ, ഇത് കോൺഗ്രസ് ജയിച്ചാലും ഇവിടെ കടിപിടിയേ ഉണ്ടാവും. മാർക്സിസ്റ്റ് പാർട്ടി ജയിച്ചാലും ചിലപ്പം വരണം, നല്ല വരണം ആവണമെന്നില്ല. ഇനിയിപ്പൊ എല്ലാം മുടിഞ്ഞു, സംഗതി എല്ലാം തീർന്നു പരിപാടി. ശരി, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അപ്പൊ എന്നോട് മുരളി പറയുന്നു, ഒഴിഞ്ഞ ഖജനാവും തീരാക്കടവും അടുത്ത മന്ത്രിസഭയുടെ പ്രതിസന്ധിയാകും എന്ന് പറയുന്നു. ജിനു രാധാകൃഷ്ണനോട് പറയുന്നു, മിക്കവാറും UDF ജയിക്കും, മുഖ്യമന്ത്രി രമേശ് ചെന്നിത്തലയാകും, എന്നാൽ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന VD സതീശനായിരിക്കും. കാരണം 2010 ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് രമേശ് ചെന്നിത്തലയ്ക്ക് അത് കിട്ടിയിട്ടുണ്ട് എന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം ജിനു എന്താ സംഭവിക്കുക എന്ന്. ജയിച്ചാൽ രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാകുമോ അല്ലെങ്കിൽ നമ്മുടെ VD സതീശൻ ആഭ്യന്തരമന്ത്രിയാകുമോ എന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ അന്ന് ജിനുവിൻ്റെ കമൻറ്റ് ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കും. കരുണാകരൻ എന്നോടൊപ്പം ചേരുന്നത്. ശ്രീ കരുണാകരൻ എവിടുന്ന് വിളിക്കുന്നത്? ഞാൻ കോടാലിന്ന്. ഞാൻ ഈ കോടാലിന്ന് എഴുതി കാണിച്ചപ്പോൾ അത് അക്ഷരത്തെറ്റാണോ? കോടാലിന്ന് തന്നെ സ്ഥലത്തിന്റെ പേര് അല്ലേ? അതെ, സ്ഥലത്തിന്റെ പേര്. അത് എവിടെയാണ് ഈ കോടാലി എന്ന് പറഞ്ഞ സ്ഥലം? കൊടകരയെന്ന് കിഴക്കോട്ട് പോകണം. കൊടകരയെന്ന്. ഓ, അത് ശരി. പുതുക്കാട് മണ്ഡലം. അപ്പൊ തൃശ്ശൂർ ജില്ലയിലാണ് കൊടകര. തൃശ്ശൂർ ജില്ലയില് പുതുക്കാട് മണ്ഡലം. അത് ശരി. ഞാൻ പക്ഷേ ഇന്ന് ഇങ്ങനെ കേട്ടിട്ടില്ല കേട്ടോ, കോടാലി എന്നൊരു പേര്. നല്ല പേരാണ്. കോടാലി. അപ്പൊ ശ്രീ കരുണാകരൻ, ഈ അങ്ങിത് എന്താണ് മനസ്സിലാക്കുന്നത് ഈ രാഷ്ട്രീയ സാഹചര്യത്തെ? ഇതിൽ VD സതീശൻ മുഖ്യമന്ത്രിയാവണമെന്ന് ലീഗ് പറഞ്ഞാൽ അതിൽ തെറ്റുണ്ടോ? ഒരു തെറ്റുമില്ല. കാരണം VD സതീശന് തന്നെയാണ് ഇത് കൊടുക്കേണ്ടതും. അതെ, യാതൊരു സംശയമില്ല. അത് മുസ്ലിം ലീഗ് VD സതീശനെ ആക്കണം എന്ന് പറഞ്ഞിട്ടില്ലല്ലോ. ജനങ്ങളുടെ അഭിപ്രായം അനുസരിച്ച് മറുപടി പറയണമെന്ന് അവർ പറഞ്ഞിട്ടുണ്ടായി. അപ്പൊ ജനാഭിപ്രായം VD സതീശനൊപ്പമാണെന്നാണ് തോന്നുന്നത്. അങ്ങനെയെങ്കിൽ അയാളെ ആക്കണം എന്നാണ് പറഞ്ഞതാണ് താങ്കൾ പറയുന്നത് അല്ലേ? അതെ, അങ്ങനെ തന്നെയാണ് എന്റെ അഭിപ്രായവും. ശരി, ഓക്കെ. അപ്പൊ വ്യക്തമാണ്. അപ്പൊ ഈ അങ്ങ് ഏത് മേഖലയിൽ ജോലി ചെയ്യുന്ന ആളാണ്? ഞാൻ എവിടെയും ജോലിയാണ്. ഞാൻ വീട്ടിലിരിക്കുകയാണ്. ഇപ്പൊ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ ലോഡിംഗുകാരനായിരുന്നു. എനിക്ക് സുഖമില്ലാണ്ട് ഇപ്പൊ വീട്ടിലിരിക്കുകയാണ്. അപ്പൊ റിട്ടയർഡ് കാലം ആസ്വദിക്കുകയാണ് അല്ലേ? അതെ. കുടുംബാംഗങ്ങളോടൊപ്പം സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കട്ടെ.
അപ്പൊ തെരഞ്ഞെടുപ്പ് 4-ാം തീയതി നമുക്ക് നോക്കാം എന്ത് സംഭവിക്കുന്നല്ലേ. അതെ അതെ അതെ, വി ഡി സതീശന് തന്നെയാണ് അർഹത. ശരി, ആ. ഓക്കെ. അപ്പൊ എന്നോടൊപ്പം ശ്രീ സുമേഷ് കോഴിക്കോട് നിന്ന് ഇപ്പം ചേരുന്നുണ്ട്. ശ്രീ സുമേഷ്. ഉമേഷാണ്. ഞാൻ സുമേഷ് അവിടെ എനിക്ക് എഴുതി തന്നു, അപ്പൊ ഞാൻ ഉമേഷ് എന്ന് വെച്ചു. അപ്പൊ ഉമേഷ്, ശബ്ദം കേട്ടാൽ എനിക്ക് മനസ്സിലാവും, അതുകൊണ്ട് കുഴപ്പമില്ല. ശ്രീ ഉമേഷ്, ലീഗ് നിങ്ങൾക്ക് ഒരു തലവേദനയായോ? ചുരുങ്ങിയ വാക്കുകളിൽ ഇന്ന് നമുക്ക് കുറെ പ്രേക്ഷകർ ലീഗ് ഒരു കാരണവശാലും ഞങ്ങൾക്ക് തലവേദന സംവിധാനമല്ല. നമ്മളെ മുന്നണിയിലെ തലവേദനയല്ല, ഒരു താങ്ങാണ് ലീഗ് അല്ലേ മുന്നണിക്ക്? താങ്ങും തണലുമാണ് അത്. താങ്ങും തണലും വിജയത്തിന്റെ ഒരു ഭാഗമല്ലേ ഒരിക്കലും നമുക്കൊരു പാരയല്ല. ഓരോരോ അഭിപ്രായം പറഞ്ഞതല്ലേ ഉള്ളൂ. അതിപ്പോ ആർക്കും ആരെയും ഒരു അഭിപ്രായം പറയാലോ. ഇപ്പൊ രമേശ് ചെന്നിത്തല സാർ അർഹനാണ്, വി.ടി. സതീശൻ സാർ അർഹനാണ്. ഇതിനിടയ്ക്ക് ഒരു അഭിപ്രായം ഞാൻ പറഞ്ഞിട്ട്, ഈ കെ.സി. വേണുഗോപാൽ സാറിന് എന്തിനാ വലിച്ചു കിടക്കുന്നതെന്ന് അറിയില്ല. അദ്ദേഹം എന്ന് പറഞ്ഞാൽ ഇന്ന് നമുക്ക് ഇവിടെ കേരളത്തിൽ മുഖ്യമന്ത്രി സ്ഥാനമൊന്നുമല്ല കോൺഗ്രസിന്റെ ഏറ്റവും വലിയ പരമമായ ലക്ഷ്യം കേരളം ഭരിക്കുക എന്നുള്ളത് മാത്രമൊന്നുമല്ല, ഇന്ത്യ രാജ്യം ഭരിക്കുക തന്നെയാണ് കോൺഗ്രസിന്റെ ലക്ഷ്യം. അതിനുവേണ്ടി കെ.സി. വേണുഗോപാൽ എന്ന് പറയുന്ന ഒരു ദേശീയ നേതാവിനെ കേരളത്തിലേക്ക് വിളിച്ചു കേൾക്കേണ്ട ആവശ്യമില്ല. മാത്രമല്ല അദ്ദേഹം പിന്നെ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയിലേക്ക് പോയി, അതിന്റെ തലവനായി അല്ലേ? അദ്ദേഹത്തിനൊക്കെ ആവശ്യം ഇപ്പൊ നമ്മുടെ നാട്ടിൽ തന്നെ എത്രയോ നേതാക്കന്മാർ നിശബ്ദരായിരിക്കുന്ന, മുല്ലപ്പള്ളി നിശബ്ദനായിട്ടിരിക്കുന്നുണ്ട്, അതുപോലെ തന്നെ വി.എം. സുധീരൻ നിശബ്ദനായിരിക്കുന്നുണ്ട്, മുല്ലപ്പള്ളിയും വി.എം. സുധീരനും ഒക്കെ നിശബ്ദരാക്കിയതാണോ നിങ്ങള്? അല്ല, അത് മുല്ലപ്പള്ളി സാറൊന്നും അങ്ങനെ നിശബ്ദനായി അവരൊന്നും അങ്ങനെ ഈ ചാനലിന്റെ മുന്നിൽ വന്നിട്ട് അങ്ങനെ പബ്ലിസിറ്റി നേടുന്നവരൊന്നല്ല. ശരി, ഓക്കെ, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം, കൃത്യവുമാണ്. അപ്പൊ ശ്രീ ശശിധരൻ വയലാർ എന്നോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ശശിധരന്റെ കമന്റുകൾ നമ്മൾ എല്ലാ ദിവസവും വായിക്കാം. ഇന്ന് അദ്ദേഹം ഫോണിലുണ്ട്. ശ്രീ ശശിധരൻ വയലാർ, ചുരുങ്ങിയ വാക്കുകളിൽ. നമസ്കാരം. എന്നോടൊക്കെ വരുമ്പോ ഈ പിന്നെ മണിമലയോടൊന്നും പറയണ പോലെ അല്ലല്ലോ. പെട്ടെന്ന് പറയാന്ന് പറഞ്ഞു. മണിമലയ്ക്ക് കുറച്ച് അമിതമായി സമയം കൊടുക്കുന്നുണ്ടെന്ന് ആരോപണം അങ്ങേക്കുണ്ട് അല്ലേ? ഉണ്ട്. അതെ, എനിക്കല്ല, ഇതിനകത്ത് പങ്കെടുക്കുന്ന എല്ലാവർക്കും ഉണ്ട്. ഒരു 5-10 മിനിറ്റ് വരെയൊക്കെ സംസാരിക്കുന്നുണ്ട്. പക്ഷെ ഏറ്റവും കൂടുതൽ സമയം കിട്ടുന്ന ആള് അങ്ങാണോ മണിമലയാണോ? എനിക്ക് അതിന്റെ 5% പോലും ഇല്ല. കാരണം പുള്ളി 30 ദിവസം വിളിക്കണം, ഞാനൊരു 4-5 വിളി വിളിക്കുന്നു. അതെങ്ങനെ ഒന്നിച്ചു വരുന്നത്? അത് വരികയല്ല. എന്റെ എല്ലാം ഒരു മാസത്തിൽ കൂടി പോയാൽ ഒരു 6-7 മിനിറ്റ് വരും. ഏതായാലും ശ്രീ മണിമലയുടെ ഒരു 6-7 മണിക്കൂർ വരും. ഏതായാലും ശ്രീ കൃഷ്ണൻകുട്ടി, അത് ഞാൻ എന്താണെന്നറിയാം, ഞാൻ ഇത് പലതവണ വ്യക്തമാക്കിയിട്ടുള്ളതാണ്, ഒന്നും കൂടി ഞാൻ പറയാം. ശ്രീ കൃഷ്ണൻകുട്ടി മണിമലയും ശ്രീ ശശിധരൻ വയലാറും നമ്മുടെ പൊതുവേദിയുടെ 2 പ്രിയപ്പെട്ട ആളുകളാണ്. അതിൽ യാതൊരു സംശയമില്ല, തുല്യ സ്നേഹമാണ് രണ്ടുപേരോടും ഉള്ളത്. പക്ഷേ നമ്മൾ ഏറ്റവും കൂടുതൽ ഈ പൊതുവേദിയിൽ പല ആളുകളും ശ്രീ കൃഷ്ണൻകുട്ടി മണിമലയുടെ പാർട്ടിയെ വിമർശിക്കും, കുറേ പേര് വന്ന് വിമർശിക്കും. അപ്പോൾ കൃഷ്ണൻകുട്ടി മണിമലയ്ക്ക് അതിന് മറുപടി പറയാൻ കുറച്ച് അവസരം കൊടുക്കും. ദീപു വിളിക്കുമ്പോൾ ചിലപ്പോൾ ആ ദീപുവിന് അവസരം കൊടുക്കും. ദീപുവിന് ഇപ്പോൾ കാണാനില്ല. ദീപു എന്താണ് ഇപ്പോൾ ദുബായിൽ ജോലി കിട്ടിയപ്പോൾ നമ്മളെയൊക്കെ മറന്നോ അതോ തിരക്കിൽപ്പെട്ടോ എന്നറിയില്ല. മറക്കാൻ സാധ്യതയില്ല, തിരക്കിൽപ്പെട്ടതായിരിക്കും. കാരണം ഇപ്പോൾ അവിടെയൊക്കെ ജോലി തിരക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കാം. ശനി ഞായറുമാണ് അയാൾക്ക് അവധിയുള്ളത്. അപ്പോൾ അന്ന് വിളിക്കാമെന്ന് പറയുന്നത് ഇപ്പോൾ കിട്ടുന്നില്ല. നമുക്ക് നോക്കാം. അപ്പോൾ ഇവർക്കൊക്കെ എന്താണെന്ന് വെച്ചാൽ ഇവർ അതിന് മറുപടി പറയാനൊരു അവസരം വരും. കോൺഗ്രസ്സുകാർക്കാണെങ്കിൽ നമ്മൾ അതേപോലെ തന്നെ നമ്മുടെ റഷീദ് സാഹിബിന് കുറച്ച് സമയം കൊടുക്കും, അല്ലെങ്കിൽ UDF ആണെങ്കിൽ. അപ്പോൾ റഷീദ് കൊയിലാണ്ടിയാണ് അതിന് കൂടുതലും മറുപടി പറയുന്നത്. അപ്പോൾ BJP ആണെങ്കിൽ നമ്മുടെ BJPക്കാരായിട്ടുള്ള ബാലകൃഷ്ണൻ വടകര അങ്ങനെയുള്ളവർക്കൊക്കെ കുറച്ച് സമയം അധികം കൊടുക്കും. അപ്പം അങ്ങ് പിന്നെ ഒരു നിഷ്പക്ഷ നിരീക്ഷകനായതുകൊണ്ട് അങ്ങക്ക് ആ ഒരു പ്രത്യേക സമയം കിട്ടുന്നുണ്ട്. ഇപ്പം തന്നെ നമ്മൾ എത്ര നേരം സംസാരിച്ചു. ഏതായാലും അങ്ങയുടെ കോസ്റ്റ്യൂം ഡിസൈനർക്ക് ആദ്യം തന്നെ ഒരു അഭിനന്ദനം. എനിക്ക് ആദ്യമാണ് പറയാണ്, അടിപൊളി വേഷമാണ്. എന്താണ് സൂപ്പർ അല്ലേ? പിന്നെ ഈ വിഷയത്തെ പറ്റി പറയുമ്പോ കോൺഗ്രസ് നേതാക്കൾ ആരെങ്കിലും ഇത് കേൾക്കണമെങ്കിൽ നോട്ട് ദി പോയിന്റ്. എന്താണെന്നറിയോ, ഇപ്പൊ പല സ്ത്രീകളും അമ്പലത്തിൽ പോയി വഴിപാട് കഴിക്കാൻ തുടങ്ങി. ദൈവമേ, ഇതിനേക്കാൾ ഭേദം കഴിഞ്ഞ സർക്കാർ തന്നെ തുടരുകയാണെന്നും പറഞ്ഞ് തിരിച്ച് വഴിപാട് ചെയ്യാൻ തുടങ്ങി, വോട്ട് ചെയ്തവർ തന്നെ വരാതിരിക്കാൻ വേണ്ടിട്ട്. കാരണം അത്ര ശല്യമായി ഇവരെ കൊണ്ട്. പൊതുശല്യം, TV തുറന്നാൽ പൊതുശല്യം. ഞാൻ കുറെ നേരം കണ്ടിട്ട് പോയി കിടന്ന് തുടങ്ങുകയാണ്. അപ്പൊ നമ്മുടെ ശ്രീമതി വിളിച്ചിട്ടുണ്ടെങ്കിൽ ഇത് നിങ്ങളുടെ സുഹൃത്ത് വന്നു പറഞ്ഞു. അവള് ന്യൂസ് 18 കണ്ടോണ്ടിരിക്കും. കണ്ടപ്പോ ഞാൻ ഉറങ്ങിപ്പോയി. അപ്പൊ പുള്ളിക്കാരത്തിനെ തട്ടി വിളിച്ചത് നിങ്ങളുടെ സുഹൃത്ത് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ കണ്ണുറന്ന് നോക്കുമ്പോ മനുവിനെ കണ്ട, സന്തോഷമായി. അപ്പൊ എല്ലാവരും ശ്രദ്ധിക്കുക, ഇനി 3 ദിവസമേ ഉള്ളൂ, 10-65 മണിക്കൂറേ ഉള്ളൂ ഇനി. അപ്പൊ ഈ സമയത്തിനുള്ളില് പറഞ്ഞു തീർക്കുന്നവരെല്ലാം പറഞ്ഞു തീർക്കുക. പക്ഷെ നിങ്ങൾക്കെതിരെ നല്ലൊരു ഗ്യാങ് പ്രവർത്തിക്കുന്നുണ്ട്. ഈ
UDF-കാർക്കെതിരെ. കാരണം ഇപ്പോഴത്തെ ശല്യം സഹിക്കാൻ വയ്യ. ഇനിയെങ്കിലും ഇവർ നിർത്തിയാൽ ഇവർക്ക് അല്പം ആശ്വാസം കിട്ടും. അല്ലെങ്കിൽ ദൈവത്തിനാണ് ഇവർക്കെതിരെ ആളുകൾ പറയാൻ തുടങ്ങി. ഇവരെ അറിയുന്നില്ല പവാനറിയുന്നില്ല. അപ്പോൾ ശ്രീ ശശിധരൻ വയലാർ ഒരു ഗായകനും കൂടിയാണ്, അപ്പോൾ പാരഡി ഗായകൻ കൂടിയാണ്. അപ്പോൾ BD രാജപ്പനെയാണ് എനിക്ക് പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ ഈ പാട്ട് കേൾക്കുമ്പോൾ ഓർമ്മ വരുന്നത്. ഏതായാലും അദ്ദേഹത്തിന് സമയം കിട്ടുന്നില്ല എന്ന് പറയുകയും ഏറ്റവും അധികം സംസാരിക്കുകയും ചെയ്തു എന്നാണ് ഞാനും വിചാരിക്കുന്നത്. അപ്പോൾ കുഴപ്പമില്ല. നമ്മുടെ രഘുനന്ദനൻ തിരുമുല്ലവാരം എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. കോൺഗ്രസ് ബജറ്റ് തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത് എന്നാണ് രഘുനന്ദനൻ തിരുമുല്ലവാരം പറയുന്നത്. അപ്പോൾ നമ്മുടെ ശശിധരൻ വയലാർ ഇന്ന് ഉറങ്ങിപ്പോയി. അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് അദ്ദേഹത്തെ പൊതുവേദി കാണാൻ ഇന്ന് വിളിച്ചെഴുന്നേൽപ്പിക്കുകയൊക്കെ ചെയ്തത്. അപ്പോൾ അതിൻ്റെ എല്ലാ നന്ദിയും ഞാൻ ശ്രീ ശശിധരൻ വയലാറിൻ്റെ ധർമ്മപത്നിക്ക് നൽകുകയാണ്, സമർപ്പിക്കുകയാണ്. കാരണം ഇങ്ങനെ ശശിധരൻ വയലാർ ഇല്ലെങ്കിൽ പൊതുവേദിക്കൊരു കൊഴുപ്പില്ല. അപ്പോൾ അദ്ദേഹം ഉണ്ടെങ്കിൽ പൊതുവേദിയിൽ ഒരു കലാപമുണ്ടെങ്കിലും അതൊരു സന്തോഷമുള്ള കലാപമാണ്. അപ്പോൾ സന്തോഷ് എന്നോടൊപ്പം ചേരുന്നു കാസർഗോഡ് നിന്ന്. സന്തോഷ്, ഹലോ. സന്തോഷേ, ഈ തർക്കം എന്ത് തോന്നുന്നു സാർ? സന്തോഷേ, തർക്കം ജനങ്ങളുടെ മുമ്പിൽ അവകാശമാവുന്ന രീതിയിലാണ് ഈ കോൺഗ്രസ് പ്രവർത്തിക്കുന്നത്. കാരണം ഞങ്ങൾക്ക് വോട്ട് ചെയ്തിട്ട് ഇപ്പം കോൺഗ്രസിന് വോട്ട് ചെയ്യേണ്ടായിരുന്നു എന്ന് തോന്നുന്നൊരു നിമിഷമാണ് ഇപ്പം. എന്തിനാ? അല്ല, അപ്പോൾ ഒന്നിലധികം അർഹരായ ആളുകൾ ഉണ്ടാകുമ്പോൾ ഒരു സംവാദമൊക്കെ ഉണ്ടാവില്ല. അതൊരു ജനാധിപത്യത്തിന്റെ മനോഹാരിതയല്ലേ എന്ന് ചോദിക്കുന്ന ആളുകളോട് സന്തോഷം എന്താ പറയാനുള്ളത്? സാർ, ഒന്നിലധികം ആൾക്കാരുണ്ടെങ്കിൽ നമ്മൾ ഈ കീഴ്വഴക്കം എന്താണ്? പ്രതിപക്ഷ നേതാവാണ് അടുത്ത മുഖ്യമന്ത്രിയാവുന്നത്. അങ്ങനെയല്ലേ ഇവിടെ ഇത്രയും കാലം നടന്നത്? ഇപ്പൊ ഈ KC വേണുഗോപാലിന് ഒറ്റൊരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അവിടെ MLA ആയി മത്സരിച്ചിട്ടില്ല, അവിടെ തന്നെ മത്സരിച്ചവർ അതിനുള്ള യോഗ്യരുണ്ട്, അവര് മുഖ്യമന്ത്രിയാവും, അതിന് പറ്റിയ ആൾക്കാർ അവിടെയുണ്ട്. KC വേണുഗോപാൽ അങ്ങനത്തെ ഒരു വാക്ക് പറഞ്ഞാൽ തന്നെ ഈ അണികൾ ഇതില് ഈ സോഷ്യൽ മീഡിയയിലുള്ള ഇത് ചർച്ച ചെയ്യോ? ഇല്ലല്ലോ. അപ്പൊ ആ വിവാദം അവിടെ അവസാനിപ്പിക്കാലോ. ഇപ്പൊ ഈ കേരളത്തിൽ ഇതൊക്കെ കണ്ടല്ല അടുത്ത സ്റ്റേറ്റിലും കിട്ടേണ്ടത്. അടുത്ത സ്റ്റേറ്റിൽ ഇവർക്ക് കിട്ടാതിരിക്കുന്നത് ഇതുകൊണ്ട് തന്നെയല്ലേ, ഈ തമ്മിൽ തല്ലുകൊണ്ട് കൊണ്ട് തന്നെയല്ലേ അടി കൂടുന്നുണ്ടല്ലേ. ഇപ്പൊ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ നമുക്കറിയാം, പാർലമെന്റ് തെരഞ്ഞെടുപ്പായാലും തദ്ദേശ തെരഞ്ഞെടുപ്പായാലും VD സതീശൻ പ്രവർത്തിച്ച രീതി ഇപ്പൊ VD സതീശനെതിരെ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞപ്പോൾ പോലും ഈ KC വേണുഗോപാലോ രമേശ് ചെന്നിത്തല ഒന്നും ഒരക്ഷരം അവര് മിണ്ടിയില്ല. അവര് ന്യായീകരിച്ചുകൊണ്ട് നിന്നത് അത് അവരെ വ്യക്തിപരമായ പ്രശ്നമാണോ? VD സതീശൻ എന്താണ് പറഞ്ഞത്? വർഗീയത പറഞ്ഞ ആർക്കെതിരെയും ഞാൻ പറയും എന്നേ പറഞ്ഞുള്ളൂ. അല്ല പറയുന്നത് വെള്ളാപ്പള്ളിയെ ആ നിലപാടിനെ തള്ളിക്കളയാൻ ഇവർ തയ്യാറാണമായിരുന്നു അല്ലെ? അത് തള്ളിക്കളയണം. കാരണം കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടിയിലെ കുറ്റപ്പെടുത്തുമ്പോൾ അത് ആരാണ് ഉണ്ടായത്? ആ ഒരു പ്രതിരോധത്തിൽ കൂടിയാണ് ഈ VD സതീശന്റെ നിലപാടിനാണ് കുറെയൊക്കെ വോട്ട് കിട്ടുന്നത്. അല്ലാതെ ഇവരെ ഈ രമേശ് ചെന്നിത്തല പോലെയോ KC വേണുഗോപാലിനെ പോലെയുള്ള നിലപാടല്ല VD സതീശൻ. ഇപ്പം മുഖ്യമന്ത്രി സ്ഥാനത്ത് വന്നു കഴിഞ്ഞാൽ തന്നെ ഈ രമേശ് ചെന്നിത്തലയും KC വേണൊക്കെ ഈ നേതാക്കളുടെ കീഴിൽ പോയി മുട്ടുമടക്കി നിൽക്കുന്ന അവസ്ഥയും വരും. പല ഡീലുകൾ ഉണ്ടാവുകയും ചെയ്യും. നമുക്ക് നേരത്തെ തന്നെ അറിയാം, ഉമ്മൻചാണ്ടി സർക്കാരിന്റെ ആദ്യത്തെ കാലത്ത് TP ചന്ദ്രശേഖരൻ കേസിലൊക്കെ എന്ന് വെച്ചാൽ ഒരുപാട് ഡീലുകൾ ഉണ്ടായത്. ഇല്ലെങ്കിൽ അതില് ഗൂഢാലോചന നടത്തി എത്രയോ പേരെ അറസ്റ്റ് ചെയ്യാമായിരുന്നു. അതൊന്നും നടന്നിട്ടില്ല. കാരണം ഇവരെ ഡീലുകളാണ് ഇത് ഒക്കെ നയിക്കുന്നത്. പക്ഷെ VD സതീശൻ വന്നാൽ എനിക്കുറപ്പാണ് ഈ ഡീലുകൾ ഒന്നും ഉണ്ടാവില്ല എന്നുള്ള 100% ഉറപ്പാണ്. VD സതീശൻ തന്നെ വരണം എന്നാണ്. UDF വരുമെന്നാണ് എന്റെ പ്രതീക്ഷ. എന്റെ പ്രതീക്ഷ. ഡീലറല്ല ലീഡറാണ് വരേണ്ടത് എന്നാണ് സന്തോഷ് പറയുന്നത്. അപ്പോൾ കുറച്ച് പ്രേക്ഷകർ എന്നോടൊപ്പം വീണ്ടും യൂട്യൂബിൽ ചേർന്നിട്ടുണ്ട്. മറ്റൊരു സന്തോഷാണ്, സന്തോഷ് പരിപ്പാലാണ് പറയുന്നത്. കുട്ടി ആണോ പെണ്ണോ എന്ന് പേരിടൽ ചടങ്ങ് തുടങ്ങി ആദ്യം എന്നറിയാതെ, കുട്ടി ആണാണോ പെണ്ണാണോ എന്നറിയാതെ പേരിടൽ ചടങ്ങ് തുടങ്ങി. ആദ്യം മെയ് 4 റിസൾട്ട് വരട്ടെ, എന്നിട്ട് പോരെ മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പ്. ഐക്യം തീരെ ഇല്ലാത്ത ഒരു മുന്നണിയാണ് ഐക്യ ജനാധിപത്യ മുന്നണി എന്നാണ് പറയുന്നത്. മെയ് 4 ശേഷം തുടർ ഭരണം തന്നെ എന്ന് സന്തോഷ് പറയുന്നു. സന്തോഷം, ഞാൻ ഇതൊക്കെ ഇവിടെ എഴുതി വയ്ക്കുന്നുണ്ട്. മെയ് 4 ഞാൻ ഈ ഇത് നോക്കും, സന്തോഷിൻ്റെ ഐഡിയിൽ നിന്ന് എന്താണ് മറുപടി വരുന്നതെന്ന്. ഓക്കെ, ലീഗ് നമ്മുടെ UDFിൻ്റെ താങ്ങും തണലുമാണെന്ന് പറഞ്ഞപ്പോൾ ലീഗിൻ്റെ താങ്ങ് കിട്ടാതെ നോക്കിക്കോളാൻ UDFിനോട് ഉപദേശിക്കുകയാണ് നമ്മുടെ മോഹനൻ ഉപദേശിക്കുന്നു.
മണിമല ഒരു വലിയ പണിയാണെന്നാണ് പറയുന്നത് ജിനു രാധാകൃഷ്ണൻ. ആ മണിമല നമ്മുടെ വേണ്ടപ്പെട്ട ആളാണ്. മണിമല, പ്രദീപ്, ദീപു, ശ്രീമതി ജയ അവർക്കൊക്കെ കൂടുതൽ സമയം കൊടുക്കുന്നത് ശരിയാണ് എന്ന് എന്നോട് ഷിജു പറയുന്നു. ഗീവ് ലെസ് ടൈം ഫോർ ബാലകൃഷ്ണൻ വടകര. അങ്ങനെ പറ്റില്ല. ശ്രീ ബാലകൃഷ്ണൻ വടകരയും നമുക്ക് വളരെ വേണ്ടപ്പെട്ട ആളാണ്. മുരളീധരൻ നായർ MN എന്നോടൊപ്പം ചേരുന്നുണ്ട്. നമസ്കാരം മനു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ദീപുവിനെ സാറ്റർഡേ സൺഡേ ഉൾപ്പെടുത്തണം എന്ന് പറയുന്നുണ്ട്. ദീപുവിനെ നമുക്കൊന്ന് വിളിച്ചു നോക്കണം എന്താ സംഭവിച്ചതെന്ന്. അപ്പോൾ പിന്നെ എന്നോട് ശശിധരൻ പിള്ളി താങ്ക് യു ഷിജു, കിരിയത്ത്, മുരളി എന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, കിഷോർ കോന്നി ചേർന്നിട്ടുണ്ട്. സതി ബാബുരാജ് നിങ്ങൾക്ക് അറിയാവുന്ന പോലെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നമ്മുടെ ഒരു പൊതുവേദി പ്രേക്ഷകയാണ്. നമസ്കാരം മനു, ദിസ് ഈസ് ദ റീസൺ പീപ്പിൾ തിങ്ക് LDF വിൽ കം ആൻഡ് ശശിധരൻ വയലാർ ഇസ് സേയിങ് ദ ട്രൂത്ത്. അപ്പോൾ ശശിധരൻ വയലാറിനെ അനുകൂലിച്ചുകൊണ്ടാണ് പറയുന്നത്. മുസ്ലിം ലീഗ് വാണ്ട്സ് മോർ സീറ്റ്, വെയറിങ് കോട്ട് ഇസ് ലുക്കിംഗ് ഗുഡ്. ശരി, കോട്ട് കൊള്ളാമെന്നാണ് പറയുന്നത്. ഇത് എൻ്റെ കോട്ടല്ല. സത്യത്തിൽ എനിക്കിത് പാകമാണോ എന്നുള്ളൊരു സംശയം വരെ എനിക്ക് ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ എല്ലാവരും നല്ല അഭിപ്രായം പറയുന്ന സ്ഥിതിക്ക് ശശിധരൻ വയലാർ നല്ല അഭിപ്രായം പറഞ്ഞു. പക്ഷേ അത് എന്നെ തമാശാക്കിയാണോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ സതി ബാബുരാജും എന്നെ പുകഴ്ത്തുന്നുണ്ട്. പക്ഷേ ഈ സതി ബാബുരാജ് എന്നെ എപ്പോഴും പുകഴ്ത്താറേ ഉള്ളൂ. അതുകൊണ്ട് ഞാനിപ്പോൾ ഒരു മോശം കോട്ടിട്ട് വന്നാലും അവരെന്നെ കുറ്റം പറയില്ല എന്നുള്ളൊരു വിശ്വാസമാണ് എനിക്കുള്ളത്. അപ്പോൾ സന്തോഷ് കുമാർ പറയുന്നു LDF 3 തവണ വരുന്നാണ് പറയുന്നു. ഓഹോ, സന്തോഷ് കുമാർ, ഞാൻ ഇതൊക്കെ നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. അജിത് കുമാർ എന്നോട് പറയുന്നു UDF വന്നാൽ 1 വർഷം തികക്കില്ല, അധികാരത്തിൻ്റെ ആർത്തിയാണ് നേതാക്കൾക്ക് എന്ന് പറയുന്നു. അമ്പാടി എത്തിയിട്ടുണ്ട്, ഹലോ എന്നൊക്കെ പറയുന്നുണ്ട്. ശരി അമ്പാടി. നമ്മുടെ കമാൻഡർ മാത്യു ഉണ്ട് ബോംബെയിൽ നിന്ന്. ശ്രീ കമാൻഡർ മാത്യു, ഹലോ, ഗുഡ് ഈവനിങ്. ശ്രീ മാത്യു ആയിട്ട് സംസാരിച്ചിട്ട് ദീർഘകാലമായി അല്ലേ? 2 മാസമായില്ലേ? 2 മാസമായി. എന്ത് പറ്റി? ഫുൾ തിരക്കിലായി പോയോ? ഇല്ല, എനിക്ക് സുഖമില്ലായിരുന്നു. ഞാൻ ഇങ്ങനെ ഒരു ഹൗസ് അറസ്റ്റിലായിരുന്നു. ഹൗസ് അറസ്റ്റിലായി പോയി. പിന്നെ എന്താ അസുഖം എന്താ പറ്റിയത്? എനിക്ക് ആക്ച്വലി അസുഖം എന്ന് വെച്ചാൽ എനിക്ക് പെട്ടെന്ന് ഒരു ഇച്ചിങ്, ഒരു നമ്മുടെ ഈ ചൂടിന്റെ ഒരു ഇതുപോലെ ഒരു യാത്ര കഴിഞ്ഞിട്ട് വന്നപ്പോ ഒരു ഇത് കിട്ടിയതാ, ബാക്ടീരിയ അലർജി. ഇപ്പൊ അതൊക്കെ ഭേദമായി, ഇപ്പൊ ആൾ പെർഫെക്റ്റ്ലി ഓക്കെ ആയില്ലേ? പെർഫെക്റ്റ്ലി ഓക്കെ. ഇപ്പൊ ഞാൻ റിക്കവറി സ്റ്റേജിലേക്ക് മാറി. അതാണ് എനിക്ക് കേൾക്കേണ്ടത്. അപ്പൊ അത് ഏതായാലും അത് ഒരു കഷ്ടകാലം പോയി, ഇനിയിപ്പോ നല്ല കാലം വന്നു. ഓക്കെ, പക്ഷേ ശ്രീ കമാൻഡർ മാത്യുവിന്റെ പാർട്ടിക്ക് നല്ല കാലം വരുമോ കേരളത്തിൽ? പിന്നെ എനിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് ഡ്രസ് കോഡ് വളരെ ഇഷ്ടപ്പെട്ടു. കാര്യം ഒരു വെയിറ്റ് ഉണ്ട്, ഒരു 1.5 വെയിറ്റ് ഉണ്ട്, മനസ്സിലായി? ജാക്കറ്റ് ഇടുമ്പോ. അതെ, കാര്യം നമ്മുടെ ചാനലിന് ഒരു അത്യാവശ്യമാണ് ഒരു വെയിറ്റ് ഇട്ട് ഒരാൾ സൂട്ട് ടൈം കൂടെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും കേട്ടോ. പിന്നെ ഈ രണ്ടാമത്തെ കാര്യം, ഈ ലീഗിന്റെ ഈ അഭിപ്രായം സത്യത്തില് ഒരു അനവസരത്തിലായിപ്പോയി. കാര്യം എന്റെ അഭിപ്രായത്തിൽ കാര്യം ലീഗ് ഇപ്പൊ ഒരു അഭിപ്രായം പറയേണ്ട ആവശ്യം നിലവിലില്ല. കാര്യം അവർ ആദ്യം മുതൽ ഈ നമ്മുടെ എക്സിറ്റ് പോൾ റിസൾട്ട് വരുന്നത് വരെ അവർ പറഞ്ഞ വാചകം എന്തുവാണ്? ഏത് മുഖ്യമന്ത്രി ആയാലും ഞങ്ങൾ മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി ഞങ്ങള് ചോദിക്കത്തില്ലെന്ന് പറഞ്ഞല്ലേ. അവസാനം എക്സിറ്റ് പോൾ വന്നു, 100% UDF അധികാരത്തിൽ വരുമെന്നൊരു ധാരണ വന്നപ്പം അവര് അവരാരാണ് നോമിനേറ്റ് ചെയ്യാൻ? അവര് നമ്മുടെ ഒരു സഖ്യകക്ഷിയാണെന്നേ ഉള്ളൂ. നമ്മുടെ വീട്ടില് നമ്മളെല്ലാരും കൂട്ടായി ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം ഒരാൾ എടുത്ത വഴിക്ക് പറയാണ്, ഞാൻ ഈ സതീശനെ എല്ലാരും ആരാ പറയുന്നത് ഇവിടെ? സതീശൻ. ഞാനാണെങ്കിൽ സൈക്കിളില് രമേശ് ചെന്നിത്തല ഞങ്ങളുടെ KSUവിന്റെ ലീഡർ ആയിരുന്ന കാലത്ത് അയാൾ സൈക്കിളിൽ വരും എന്ന് പറഞ്ഞാൽ സത്യമാ. ഹരിപ്പാട്ടു എന്നൊക്കെ അയാൾ 12 വരെ സൈക്കിളിലല്ലേ വരുന്നത്. അങ്ങനെ അയാൾ KSU ഉണ്ടാക്കിയ രമേശ് ചെന്നിത്തലയും പന്തള സുധാകരനും G കാർത്തികേയനും ഒക്കെ K കരുണാകരന്റെ കൂടെ KSU യൂത്ത് കോൺഗ്രസ് ഒക്കെ ഉണ്ടാക്കിയത്. അതൊക്കെ സതീശൻ ഒരു പക്ഷെ ജനിച്ചിട്ട് പോലും ഉണ്ടാവില്ല, അല്ലെ ഈ രാഷ്ട്രീയത്തിൽ പോലും കാണത്തില്ല. അത് ശരിയാ. രമേശ് ചെന്നിത്തല KPCC പ്രസിഡന്റ് ആയിരുന്ന കാലഘട്ടത്തിൽ എല്ലാ തെരഞ്ഞെടുപ്പും കോൺഗ്രസ് ജയിച്ചു. മാത്രമല്ല സതീശൻ ഓൾ ഓഫ് എ സഡൻ ഇയാൾ മുഖ്യമന്ത്രിയാണോ പറയുമ്പോൾ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, NSUവിന്റെ പ്രസിഡന്റ് ആയിരുന്ന രമേശ് ചെന്നിത്തലയുടെ കൂടെ ഇരുന്ന മമതാ ബാനർജി 2 ടൈമിൽ മുഖ്യമന്ത്രിയായി ആയില്ലേ? അദ്ദേഹത്തിന്റെ ജനറൽ സെക്രട്ടറിമാരായിരുന്ന പലരും മുഖ്യമന്ത്രിയായി. അപ്പൊ രമേശ് ചെന്നിത്തലയ്ക്ക് ഒരു സാഹചര്യം വന്നപ്പോൾ അന്ന് സരിതയുടെ കേസ് വന്നിട്ട് ഉമ്മൻചാണ്ടി സർക്കാരിനെതിരായിട്ട് ആവശ്യമില്ലാത്ത പണിയെല്ലാം ഒപ്പിച്ച് ഒരിക്കലും VN സുധീരൻ എന്ന് പറഞ്ഞ നേതാവ് ഒരു ദിവസം പോലും ഈ ഉമ്മൻചാണ്ടിക്ക് സമാധാനം കൊടുത്തിട്ടില്ല. സമാധാനം കൊടുക്കാതെ നശിപ്പിച്ച് അവസാനം പ്രതിപക്ഷത്തിന് ഭരിക്കാൻ ഒന്നിനും അനുവദിക്കാത്ത കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം ഇപ്പം എല്ലാരും നമ്മൾ സഹികെട്ട UDF വോട്ട് കൊടുത്തത്, അല്ലാതെ ഇതുകൊണ്ടൊന്നുമില്ല. ഈ ക്യാപ്റ്റന്റെ മന്ത്രിമാരെയും സഹികെട്ടിട്ട് UDF വരാൻ വേണ്ടി നമ്മൾ വോട്ട് കൊടുത്തപ്പം ഓൾ ഓഫ് എ സഡൻ ആ ഞാഞ്ഞൂലുകളൊക്കെ മുഖ്യമന്ത്രിയാവുക. എല്ലാ ഞാഞ്ഞൂലുകൾക്കും മുഖ്യമന്ത്രിയാവണം. പിന്നെ ഒരു നേതാവിന് ഡൽഹിയും വേണം, ആന്ധ്രയും വേണം, കർണാടകയും വേണം, കേരളം വേണം, അടൂരും വേണം, പത്തനംതിട്ടയും വേണം, തിരുവനന്തപുരം വേണം. ആലോചിച്ച് നോക്കിക്കേ. കമാൻഡർ മാത്യു അസുഖമൊക്കെ ബാധിച്ചതിന് ശേഷം വന്ന് ഫുൾ ഊർജ്ജസ്വലായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ.
ആ എനർജി എല്ലാം അങ്ങ് പുറത്തേക്ക് വരുന്നുണ്ട്. വെരി ഗുഡ്. ഞാൻ പറയുന്ന ഇതൊന്നും അല്ല ആവശ്യം. ഞങ്ങളൊക്കെ KSUവിന് വേണ്ടി കൊടി പിടിച്ചും അടികൊണ്ടും യൂത്ത് കോൺഗ്രസിലൊക്കെ നടന്നവർ ഞങ്ങൾ പുറത്തു പോയപ്പം ഈ ഒരുപക്ഷെ ഞങ്ങൾ ഈ സതീശിനെക്കാളും ഒക്കെ വലിയ വലിയ ലീഡർമാരാവേണ്ടിയവർ അങ്ങനെ പറയുവാണെങ്കിൽ ഇതൊന്നും അല്ല ശരി. രമേശ് ചെന്നിത്തലയ്ക്ക് ഒരു ചാൻസ് കൊടുക്കണം. UDF അധികാരത്തിൽ വന്നാൽ അയാൾക്ക് ഒരു ചാൻസ് കൊടുക്കണം. അയാളുടെ നേതൃത്വ പാഠവും കേരളത്തിന് ആവശ്യമാണ്. ഇല്ലെങ്കിൽ അയാൾ ഡീസന്റ് ആയിട്ട് എനിക്ക് പ്രസ്ഥാനം വേണ്ടവരെ മാറിയിരിക്കണം. അത്രേ ഉള്ളൂ. അതാ ചെയ്യേണ്ടത്. അന്തസ് എന്ന് പറയുന്നത് അതിന് ലീഗൊന്നും കൈയിടേണ്ട കാര്യമൊന്നുമില്ല. ലീഗ് എന്നല്ല, സഖ്യകക്ഷികൾ ആരും കൈയിടേണ്ട കാര്യമില്ല. ഇത് കോൺഗ്രസ് വ്യക്തിപരമായി എടുക്കേണ്ട തീരുമാനമാണ്. ഹൂ ഈസ് അവർ നെക്സ്റ്റ് CM. ഓക്കെ, അപ്പോൾ വ്യക്തമാണ് ശ്രീ കമാൻഡർ മാത്യുവിൻ്റെ അഭിപ്രായം. ഏതായാലും സുഖം ഒക്കെ മാറി ഇപ്പോൾ വന്നപ്പോൾ കൂടുതൽ കരുത്തനായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അത് കാണുമ്പോൾ തന്നെ ഒരു സന്തോഷം. അപ്പോൾ എന്നോട് ശിവൻകുട്ടി, നമ്മുടെ CR ശിവൻകുട്ടി പറയുന്നു, ഫലം വരുന്നതിന് മുമ്പ് ഈ കോലാഹലങ്ങൾ എന്തിനാണ് ഇവർ കാണിക്കുന്നതെന്ന് ചോദിക്കുന്നു. അതോടൊപ്പം തന്നെ രാംസ് എന്നോട് പറയുന്നു, MP-മാരുടെ കാര്യം AICC തീരുമാനിക്കും എന്ന് പറഞ്ഞ സതീശൻ ഇപ്പോൾ മുഖ്യമന്ത്രി ആര് എന്ന വിഷയത്തിൽ AICCയെ കുറിച്ച് മിണ്ടുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ AICCയെ കുറിച്ച് മിണ്ടുന്നില്ലെന്നെങ്കിലും ഹൈക്കമാൻഡ് എന്നാണ് പറയുന്നത്. നമുക്ക് നോക്കാം. അപ്പോൾ ജയകുമാറുണ്ട്, ശശിധരൻ പിള്ളയുണ്ട്, ബിനുകുമാർ എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. UDF അധികാരത്തിൽ വരും. LDFന് 49, UDFന് 89, NDAക്ക് 2 സീറ്റാണ് കിട്ടുന്നതെന്നാണ് പറയുന്നത്. ഇന്ന് സുനിമോളെ കാണാനില്ലല്ലോ എന്ന് എല്ലാവരും ചോദിക്കുന്നുണ്ട്. സുനിമോളിന് എന്ത് പറ്റി അറിയില്ല. അപ്പോൾ ബാലകൃഷ്ണൻ വടകരയുണ്ട്. NDAക്ക് 2 സീറ്റ് കിട്ടുമെന്നാണ് നമ്മുടെ ബിനുകുമാർ പറയുന്നത്. ശ്രീ ബാലകൃഷ്ണൻ വടകര, ഈ മുഖ്യമന്ത്രി ആരാകുമെന്നാണ് ശ്രീ ബാലകൃഷ്ണൻ വടകര എന്നോട് പറഞ്ഞ. ഈ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയെന്നാണ് അല്ലേ? സാർ നമസ്കാരം. നമസ്കാരം. മന്ത്രിസഭ രൂപീകരിക്കണമെങ്കിൽ MLA-മാർ എണ്ണം ജാതി കിട്ടണ്ടേ സാർ നിയമസഭയിൽ? പിന്നെ എനിക്കിപ്പോ നമുക്ക് മുമ്പേ പ്രതികരിച്ച ബഹുമാനിയ കമാൻഡർ സാറിനോട് ഒരു കാര്യം പറയാനുണ്ട്. ദയവായിട്ട് അദ്ദേഹത്തെ വിമർശിക്കുന്നതല്ല. അദ്ദേഹം പറഞ്ഞു ലീഗ് ആരാണെന്ന് ചോദിക്കാൻ. അദ്ദേഹത്തിന്റെ AICCക്ക് തല്ലിയുണ്ടോ സാർ? ലീഗ് മുഖ്യമന്ത്രി പദത്തിന് ആവശ്യപ്പെട്ടാലും മത്സരപ്പെടേണ്ട അധികാരത്തിൽ വന്നാൽ ലീഗാണ് കേരളത്തിലെ കോൺഗ്രസ്. അത് യാതൊരു തർക്കവുമില്ല. കേരളത്തിലെ കോൺഗ്രസ് ലീഗാണ്. ലീഗ് അങ്ങോട്ട് പറയും, അതനുസരിക്കുന്ന ഒരാളായി ഇപ്പൊ നമ്മൾ UDFിലെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യം വെച്ച് നോക്കിയാൽ കോൺഗ്രസിനോളം കിടപിടിക്കുന്ന ഒരു ജയിച്ച ആളുകൾ ഉള്ള എണ്ണമുള്ള 15-20 എന്നുള്ള എണ്ണമല്ലേ ഉള്ളത്. അപ്പോൾ അവര് കോൺഗ്രസിനോളം ശക്തരാണ്. അപ്പോൾ അവർക്ക് അഭിപ്രായം പറയുന്നില്ല, എന്താ തെറ്റ്? അല്ല, അതിൽ ലീഗിന് കോൺഗ്രസിന് അഭിപ്രായം പറയുന്നത് തെറ്റൊന്നുമില്ല സാർ. അതല്ല ഞാൻ പറഞ്ഞത്. ലീഗിനെ എതിർത്തുകൊണ്ട് AICCക്ക് ഉണ്ടോ പറയാൻ തല്ലിയിടം? എതിർക്കുക എങ്ങനെ? അവർ ഒറ്റക്കെട്ടായി നിൽക്കുന്നവർ തമ്മിൽ എതിർക്കും. പിന്നെന്താ ഈ ബഹുമാന്യ കോൺഗ്രസ് വന്നിട്ട് എന്തേ പറഞ്ഞ ലീഗ് ആരാന്ന് ചോദിക്കുക? അതെന്ത് ന്യായത്? പിന്നെ ഭരണം ഒരു കാരണവശാലും കിട്ടത്തില്ല UDFന്. അത് യാതൊരു സംശയവും വേണ്ട. നോക്കാം, ഒരു സംശയവും വേണ്ട. 75 ചോടെ ഇടതുപക്ഷ അധികാരത്തിരിക്കും. ഇല്ലെങ്കിൽ തൂക്കുസഭയായിരിക്കും. അപ്പൊ ശ്രീ ബാലകൃഷ്ണൻ തോറ്റു കഴിഞ്ഞാൽ എനിക്ക് എന്ത് അയച്ചു തരും? തോൽക്കില്ല സാർ. ഒന്നുകിൽ തൂക്കുസഭ, അതല്ല, തോറ്റാൽ എന്താ അയച്ചു തരും? തോറ്റാൽ എനിക്കൊരു മുട്ടായി അയച്ചു തരും അവിടുന്ന്? മുട്ടായി അല്ല, ഇനി പൊതുവേദി ഞാൻ പ്രതികരിക്കുകയില്ല, വിളിക്കുകയില്ല. അത് പറ്റില്ല. അല്ല, പബ്ലിക്കിനെ എങ്ങനെ പബ്ലിക്കിന്റെ മുമ്പിൽ വരും നമ്മൾ? അല്ല, അത് ഞാൻ സമ്മതിക്കില്ല. ശ്രീ ബാലകൃഷ്ണൻ വടകര, ഇതൊരു പ്രവചനമാണ്. ഇത് നമുക്ക് ബാലറ്റ് വെട്ടിയിൽ എന്താണെന്ന് അറിയില്ല. നമ്മളെല്ലാം ഒരു കാൽക്കുലേഷനിൽ പറയുന്നതാണ്. ഇത് തെറ്റിയാൽ ഞാൻ പൊതുവേദിയിലേക്ക് വരില്ലെന്ന് പറഞ്ഞാൽ എഴുതി വെച്ചോ. അത് ശരിയല്ല. 73 സീറ്റിൽ LDF അധികാരത്തിലില്ലെങ്കിൽ തൂക്കുസഭ. ഒന്നുകിൽ തൂക്കുസഭ അല്ലെങ്കിൽ LDF സർക്കാർ. അപ്പൊ ഇത് രണ്ടും അങ്ങ് പറഞ്ഞത് ശരിയായില്ലെങ്കിൽ അങ്ങ് എനിക്ക് മുട്ടായി അയച്ചു തന്നാൽ മതി, പൊതുവേദിയിലേക്ക് വരാതിരിക്കരുത്. ശരി, ഞാൻ തമാശ പറഞ്ഞ. ഞാനൊന്ന് ചോദിച്ചു നോക്കിയതാ ബാലകൃഷ്ണൻ വടകര എനിക്ക് മുട്ടായി അയക്കുമോന്ന് അറിയാൻ വേണ്ടി. അപ്പൊ അയക്കില്ലെന്ന് അത് ഞാൻ അയച്ചു തരാം. അത് ഞാൻ അയച്ചു തരാം. പക്ഷെ പൊതുവേദിയിലേക്ക് വരാതിരിക്കരുത് കേട്ടോ. ചുഴി താങ്കൾക്ക് അറിയില്ല. ഒരു ചുഴിയുണ്ട് കേരള രാഷ്ട്രീയത്തിൽ. ശരി, ഒരു ചുഴിയുണ്ട്, വലിയ ചുഴി. അതാണ് ഈ പറയുന്ന രാഷ്ട്രീയം. വോട്ടർമാരുടെ ഒരു ചുഴി കേരളത്തിലുണ്ട് സാർ. ശരി, നോക്കാം. അപ്പോൾ നമുക്ക് മണിക്കൂറുകളേ ഉള്ളൂ. നമുക്ക് എന്തായാലും അപ്പം ഞാൻ മുട്ടായി തരുമെന്ന് ചോദിച്ചപ്പോൾ ശ്രീ ബാലകൃഷ്ണൻ വടകര നല്ല മുങ്ങിക്കളഞ്ഞു കേട്ടോ. അപ്പം മുട്ടായി ഞാൻ ആഗ്രഹിച്ച് ചോദിച്ചതല്ല. കാരണം ഞാനിപ്പോൾ നിങ്ങൾക്കൊക്കെ അറിയാവുന്ന പോലെ ഞാൻ ഷുഗറിനൊക്കെ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ മുട്ടായി ഒന്നും കഴിക്കാറില്ല. ഞാൻ തമാശയ്ക്ക് ചോദിച്ചതാണ്. അപ്പോൾ അമ്പാടി പക്ഷേ ഈ ദേഷ്യപ്പെട്ട് ഇനി പൊതുവേദിയിലേക്ക് വരാതിരുന്ന് കളയുമെന്നാണ് എൻ്റെ പേടി.
അപ്പോൾ അമ്പാടി പറയുന്നത് ലീഗ് കോൺഗ്രസിൻ്റെ ഭാഗമല്ലേ, ലീഗിൻ്റെ ആൾ മുഖ്യമന്ത്രിയായാൽ എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല, എനിക്ക് മനസ്സിലാകുന്നില്ല എന്ന് അമ്പാടി ചോദിക്കുന്നു. വെള്ളാപ്പള്ളി പറയുന്നതെല്ലാം കോൺഗ്രസ് മറുപടി കൊടുക്കണമെന്നുണ്ടോ? രമേശ് ആകണം മുഖ്യമന്ത്രി എന്ന് കോൺഗ്രസ്സിന് പറയാം. അമ്പാടിയുടെ വളരെ കറക്റ്റായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റാണ് കേട്ടോ. ലീഗും കോൺഗ്രസും ഒക്കെ ഒരു മുന്നണിയുടെ ഭാഗമാണ്. അപ്പോൾ അവരെ അഭിപ്രായം പറയുന്നതിൽ തെറ്റൊന്നും ഇല്ലെന്നാണ് പറയുന്നത്. അപ്പോൾ അജിത് കുമാർ എന്നോട് പറയുന്നു മാത്യു പറഞ്ഞത് ശരിയാണ് എന്ന് പറയുന്നു. അപ്പോൾ സുനിമോൾ പിന്നെ ഇന്ന് ആക്റ്റീവ് അല്ലാത്തതിനെക്കുറിച്ച് ആളുകൾ ചോദിക്കുന്നുണ്ട്. മോംസ് ഗാർഡൻ പറയുന്നു ഇതൊക്കെ നിഷ്ഫലമാകുമെന്ന് പറയുന്നു. ഷൗക്കത്ത് അലി PV എന്നോട് പറയുന്നു സതീശൻ തന്നെ മുഖ്യനാവട്ടെ, ആർജവമുള്ള നേതാവാണ്, വെള്ളാപ്പള്ളിക്കെതിരെ കർശന നിലപാടുള്ള നേതാവാണ്. പിണറായിക്കും എനിക്കും ശേഷം ജനങ്ങൾ ഇവിടെ സൗഹാർദ്ദത്തോടെ ജീവിക്കണം എന്ന് പറയുന്നു. മാത്യു പറഞ്ഞത് ചെന്നിത്തലയുടെ കഴിവ് എല്ലാവരും കണ്ടതാണ്. വർദ്ധിച്ച ഭൂരിപക്ഷത്തിൽ രണ്ടാം പിണറായി സർക്കാരിനെ അധികാരത്തിൽ കൊണ്ടുവന്നതാണ് ആ മിടുക്ക് എന്ന് ശശിധരൻ പിള്ളൈ പരിഹസിക്കുകയാണ്. അമ്പാടി പറയുന്നു മുഖ്യമന്ത്രി രമേശ് ആകണം, മുൻപ് മന്ത്രിയായിരുന്നു എന്ന് പറയുന്നു. ബാലകൃഷ്ണൻ വാക്കുപാലിക്കണം, തൂക്കുസഭയോ LDF സർക്കാരോ വന്നില്ലെങ്കിൽ മേലിൽ ഈ പൊതുവേദിയിൽ വരരുതെന്ന് ശശിധരൻ പിള്ള പറയാം. അത് പറ്റില്ല, അങ്ങനെ പറ്റില്ല. ബാലകൃഷ്ണൻ പിള്ള നമ്മുടെ ബാലകൃഷ്ണൻ വടകര നമ്മുടെ പൊതുവേദിയുടെ ഒരു സ്ഥിരം പ്രേക്ഷകനാണ്. ശശിധരൻ പിള്ള അദ്ദേഹത്തെ ഓടിക്കാൻ നോക്കരുത്. ശശിധരൻ പിള്ളയും ബാലകൃഷ്ണൻ വടകരയും നമുക്കെല്ലാവരും വേണം. കൃഷ്ണൻകുട്ടി മണിമലയും ഒക്കെ വേണം. അപ്പോൾ ബാലകൃഷ്ണൻ വിൽ ഗീവ് യു ടോഫി മെയ്ഡ് ഓഫ് വെരി ഹോട്ട് ചില്ലി എന്നാണ് പറയുന്നത്. അത് ചിലപ്പോൾ ചെയ്തേക്കും. ഒരാൾ പറയുന്നു മുട്ടായി തരില്ലെന്ന് പറഞ്ഞപ്പോൾ മുളക് കൊണ്ടുള്ള മുട്ടായി തരുന്നാണ് പറയുന്നത്. ഇല്ല, അതല്ല, അദ്ദേഹം സ്നേഹസമ്പന്നനാണ്. ഞാൻ തമാശ ചോദിച്ചാൽ സുനിമോൾ വേറെ കമൻറ്റ് ബോക്സിലുണ്ടെന്നാണ് പറയുന്നത്. സുനിമോൾ വേറെ കമൻറ്റ് ബോക്സിലേക്ക് പോയോ? ഓക്കെ. അപ്പോൾ നമ്മുടെ പിന്നെ എന്നോടൊപ്പം നമ്മുടെ ശരത്തുണ്ട് ബാലരാമപുരത്ത്. ശരത്തെ നമസ്കാരം. ശരത്തിൻ്റെ ഈ ഇതിൽ തർക്കമാണോ ശരത്തെ ഇപ്പോൾ ഈ കോൺഗ്രസിൽ നടക്കുന്നത്? അതോ ഇതൊരു അതൃപ്തി ഉണ്ടോ കോൺഗ്രസിന് ലീഗ് പറഞ്ഞതിൽ? അതോ ഇതൊക്കെ ഒരു സാധാരണ സംഭവം എന്നുള്ള രീതിയിൽ കണ്ടാൽ മതിയോ? അപ്പോൾ അതിനു മുമ്പ് എനിക്ക് പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട്. അത് പറഞ്ഞിട്ട് ഞാൻ സംസാരിക്കാം. ഒന്ന്, ഞാൻ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്, ഒരു പാട്ട് മിമിക്രി ശരത്ത് ബാലരാമൂർ എന്ന പേരിൽ. അത് വളരെ നല്ല രീതിയിൽ തന്നെ ക്ലിക്കായി മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ശരത്ത് ഒരു സംഗീത വിദഗ്ധനും കൂടിയാണ് അല്ലേ? പാട്ട് മിമിക്രി ഒത്തിരി ആരാധകരുണ്ട്. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ പൊതുവേദിയിലേക്ക് വിളിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, അവർക്ക് കിട്ടുന്നില്ല എന്ന് അവർ പല കാലം കൊണ്ട് പരാതി പറയുന്നുണ്ട്. അപ്പോൾ ഈ സ്ഥിരമായിട്ട് വരുന്ന ആൾക്കാർക്ക് കാലം പുതിയ ആൾക്കാർക്ക് കൂടെ അവസരം കൊടുത്തു കഴിഞ്ഞാൽ പുതിയ ആൾക്കാർ വരുമ്പോൾ അവർക്ക് ഒരു കുറച്ചുകൂടെ അഭിപ്രായങ്ങൾ, അവരുടെ ഒരു വ്യക്തിപരമായിട്ട് കുറച്ച് അഭിപ്രായം കൂടെ നമുക്ക് അറിയാൻ സാധിക്കും. ഈ പഴയ ആൾക്കാരെല്ലാം പറഞ്ഞ് കുറെ പുതിയ ആൾക്കാരോട് വന്നിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. പൊതുവെ ആളുകളൊക്കെ ഉണ്ട്, അപ്പൊ നമ്മൾ കുറച്ച് സമയം അവർക്ക് കൊടുക്കണം അല്ലേ? കാരണം പലരും കരയുകയും പറയും ചെയ്യുന്നു. പൊതുവേദിയിൽ വർഷം തുടങ്ങിയ കാലം തൊട്ടേ വിളിക്കുന്നു, പലർക്കും കിട്ടുന്നില്ല എന്നുള്ള വളരെ ഇതുണ്ട്. അവർക്ക് നമ്മളെക്കാളും കൂടുതൽ എന്തെങ്കിലുമൊക്കെ പറയാൻ കാണും പുതിയ ആൾക്കാർക്ക് എന്നും. അപ്പൊ ഞാൻ വിളിക്കുന്നുണ്ട്, എന്നാലും ഞാൻ പറയുന്നത് പുതിയ ആൾക്കാരോട് വന്നാൽ കൊള്ളാം എന്നാണ് ഞാൻ പറയുന്നത്. അതെ, നമ്മുടെ പ്രത്യേകിച്ച് ഈ പ്രവാസികളായ മലയാളികൾ പലരും എന്നോട് പറയുന്നു അവർക്ക് പൊതുവേദിയിൽ വിളിച്ചാൽ കിട്ടില്ല. പക്ഷെ ഇവിടുത്തെ ചില ആളുകൾ തുടരെ വിളിക്കുന്നു. അപ്പോൾ അവിടെയുള്ളവർക്ക് അവർ കുറച്ച് സമയം ബുദ്ധിമുട്ടാണ് കിട്ടാൻ. അപ്പോൾ അവരൊരു പ്രയാസത്തിലാണ്. അത് നിങ്ങൾ ന്യൂസ് 8 പൊതുവേദി തന്നെ ഒരു എന്തെങ്കിലും ഒരു അഡ്ജസ്റ്റ്മെന്റ് ചെയ്യണം. സ്ഥിരമായിട്ട് വിളിക്കുന്ന ആൾക്കാർ കുറച്ച് സൈഡിലോട്ട് മാറിയിട്ട് അവരെ ഒഴിവാക്കണമെന്നല്ല, കുറച്ച് സൈഡിലോട്ട് മാറിയിട്ട് പുതിയ ആൾക്കാർ ഇങ്ങനെ നിരത്തി ഇങ്ങനെ വിളിക്കുന്ന ഒരു എപ്പിസോഡ് പരിപാടി കൊണ്ടുവന്നാൽ കുറച്ചുകൂടെ നല്ലത്. കാരണം ഞാൻ പറയുന്നത് അവർക്ക് കൂടെ എത്രയോ കാലമായിട്ട് ശ്രമിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും കിട്ടാതെ, ഒരു ഫോൺ കോൾ പോലും കിട്ടാതിരിക്കുന്ന ആൾക്കാർ വിളിച്ചിട്ട്. എന്തായാലും ഞാൻ ഈ ഇതിനെപ്പറ്റി പറയാം. നമ്മളിപ്പോ കോൺഗ്രസിന് മിക്കവാറും UDF തന്നെയാണ് അധികാരത്തിൽ വരാൻ പോകുന്നത് ഈ 4-ാം തീയതി. പിന്നെ ഇത് വരുമ്പോഴും നമ്മുടെ ഇതിന്റെ ഉത്തരം കിട്ടുമ്പോൾ, അപ്പോ തീർച്ചയായിട്ടും UDF മുന്നേറി വരും. പിന്നെ ബാക്കിയുള്ള സീറ്റുകളിൽ LDF കൂടെ വരും. ഇത്രയേ ഉള്ളൂ. പിന്നെ BJPക്ക് തവണ ഇല്ല, BJP ഇനിയും കാത്തിരിക്കേണ്ടി വരും അധികാരം കിട്ടുന്നതിന് വേണ്ടി. ശരി, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അപ്പൊ കൃഷ്ണദാസ് എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. അവലോളി ഇലബോളി അവൽ തവിട് പൊടിയാകുന്നു. ആര് തവിട് പൊടിയാവുന്ന കാര്യമാണ് പറയുന്നതെന്ന് എനിക്കറിയില്ല. അപ്പോൾ കൃഷ്ണദാസ് പക്ഷേ എന്തൊക്കെയോ നാടൻ പാട്ടുകളൊക്കെയാണ് ഇതിൽ എഴുതുന്നത്. ശിവദാസൻ TK നമ്മുടെ സ്ഥിരം പ്രേക്ഷകനാണ്. സാർ, ലാസ്റ്റ് 20 years കോൺഗ്രസ് പാർട്ടി ഈസ് നോട്ട് ഇൻ പവർ ഇൻ കേരള. അറ്റ്ലീസ്റ്റ് ദേ വെയിറ്റ് ഫോർ ദ റിസൾട്ട്സ് ആൻഡ് ഡു ദി ക്യാമ്പയിൻ ഓഫ് ചീഫ് മിനിസ്റ്റർ. മുസ്ലിം ലീഗ് ഓൾസോ ഹാസ് ടു വെയിറ്റ് ഫോർ ദ റിസൾട്ട്സ് ടു കമൻറ്റ് അബൌട്ട് CM എന്ന് നമ്മുടെ ശിവദാസൻ TK എന്നോട് പറയുന്നു. അപ്പോൾ 10 വർഷത്തിൽ അധികാരത്തിൽ ഇല്ലാത്തവർ കുറച്ച് നാൾ കൂടി കാത്തിരുന്നതിന് ശേഷം മാത്രം മുഖ്യമന്ത്രിയെക്കുറിച്ച് ഇനി ചർച്ച ചെയ്താൽ മതി എന്ന് എന്നോട് പറയുന്നു. സാമൻ വിത്ത് എ ക്യൂട്ട്
വ്ളോഗ് എപ്പിസോഡ് എന്നോട് പറയുന്നു, മതമാണ് വലുത് എന്ന് പറയുന്നവർ അവരെ ചുമക്കും. അത്ര തന്നെ ഇതാണ് ഇവിടെ നടക്കുന്നത്. മതേതരത്വം വിളമ്പുന്നത് കേട്ടാലോ സഹിക്കില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ സാമൻ വിത്ത് ക്യൂട്ട് വ്ളോഗ് എപ്പിസോഡ് എന്നോടൊപ്പം ചേർന്നിരിക്കുന്നു. വലിയ പേരാണ് കേട്ടോ. ശരത്ത് പറഞ്ഞ അഭിപ്രായം എൻ്റെ കൂടി അഭിപ്രായമായി കണക്കാക്കണമെന്ന് ശിവദാസൻ നായർ പറയുന്നു. അത് വളരെ കറക്റ്റാണ്. അപ്പോൾ സുബ്രഹ്മണ്യൻ കെ എന്നോട് പറയുന്നത്, കാള പെട്ടെന്ന് കേട്ടാൽ കയറെടുത്തവരെ എന്ത് വിളിക്കണം എന്ന് ചോദിക്കുന്നു. ഇഫ് എവരി വൺ നീഡ്സ് എ ചേഞ്ച് ദെൻ പൊതുവേദി ഷുഡ് ബി എക്സ്റ്റെൻഡഡ് ഫോർ 2 hours എന്നാണ് പറയുന്നത്. നോക്കാം നമുക്ക്. നമ്മൾ അരമണിക്കൂറായിരുന്നു, അപ്പോൾ പലർക്കും അഭിപ്രായം പറയാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ 1 മണിക്കൂറായി. പിന്നെ ഞാൻ യൂട്യൂബിൽ കുറേ പേരെ എൻ്റർടൈൻ ചെയ്യുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ മനുത്യവ എന്നോട് പറയുന്നത്, സുഡാപ്പിയോട് CPM കാണിച്ചത് നാണം കെട്ട ആ ബന്ധം ആയിപ്പോയി എന്ന് പറയുന്നു. 2 കമൻറ്റ് ബോക്സുകൾ ഉണ്ട് എന്ന് എന്നോട് അമ്പാടി പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ സലീം മലപ്പുറത്ത് നിന്ന്. സലീം, നമസ്കാരം. സലീം പക്ഷേ കോൺഗ്രസ് അധികാരത്തിൽ വരുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ? ഇല്ല ഒരിക്കലും. ഞാൻ പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ലീഗ് തീർച്ചയായിട്ടും ബാർഗൈനിങ് കപ്പാസിറ്റി ഉള്ള പാർട്ടി തന്നെയാണ്, അതിൽ യാതൊരു സംശയവും. പക്ഷെ ഇവിടെ പ്രശ്നം അതല്ല. ഞങ്ങളുടെ നാട്ടില് ഏലസും മന്ത്രവും കൊണ്ട് ധാരാളം പേര് ചികിത്സിച്ച് സുഖപ്പെടാറുണ്ട്. അതൊരു 50-50 ചാൻസ് ചികിത്സയാണ്. അത്ര പോലും സാധ്യത ഇല്ലാത്ത ഒരു എക്സിറ്റ് പോൾ റിസൾട്ടാണ് വന്നിട്ടുള്ളത്. എക്സിറ്റ് പോളിന് അത്ര പോലും വിശ്വാസ്യതയില്ല. ആ ഒരു വെച്ചിട്ട് ഇപ്പോഴേ അടി തുടങ്ങുന്നതും അതിനെക്കുറിച്ച് അഭിപ്രായം പറയുന്നതും ഒരു വളരെ അരോചകമായി തന്നെ തോന്നുന്നു. രാഷ്ട്രീയ പാർട്ടികൾ പോയതിനേക്കാളും കൂടുതൽ നമ്മളെ ന്യൂസ് 18 ചാനൽ ഇതിന്റെ പിറകെ പോകേണ്ട എന്നായിരുന്നു അങ്ങയുടെ അഭിപ്രായം. ഓക്കെ, വ്യക്തമാണ്. അപ്പം മന്ത്രവാദികൾക്ക് ഉള്ള ഒരു ക്രെഡിബിലിറ്റി ഒരു എക്സിറ്റ് പോളുകൾക്ക് ഇല്ലെന്നാണ് സലീം പറയുന്നത്. അപ്പോൾ ഈ LDF വരുമെന്നാണ് മൂപ്പര് വിചാരിക്കുന്നത്. നോക്കാം നമുക്ക് എന്ത് സംഭവിക്കുമെന്ന്. UDF ലീഗ് ഘടകകക്ഷിയാണ്, അവർ അഭിപ്രായം പറയുന്ന അഭിപ്രായം ആയിക്കോട്ടെ. മറിച്ച് ഈ അഭിപ്രായം LDF CPI ആണ് പറഞ്ഞതെങ്കിൽ ഇന്ന് നിങ്ങളുടെ ചർച്ച ഏത് തരത്തിലായിരിക്കുമെന്ന് എന്നോട് സന്തോഷ് ചോദിക്കുന്നു. അത് ഞാൻ സന്തോഷ് പറയുന്നതിന് അംഗീകരിക്കുന്നു. കാരണം UDF ലീഗ് ഘടകകക്ഷിയാണ്. അല്ല, പലപ്പോഴും പക്ഷേ CPI പല ഘട്ടങ്ങളിൽ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അത് വലിയ വാർത്തയായി നമ്മൾ കൊടുത്തിട്ടുണ്ട്. CPI മന്ത്രിമാർ മന്ത്രിസഭയിൽ പങ്കെടുക്കാതിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെയുള്ള വലിയ വിവാദങ്ങൾ പല ഘട്ടങ്ങളിൽ വന്നപ്പോഴൊക്കെ അത് വാർത്തയെ കൊടുത്തിട്ടുണ്ട്. വാർത്ത കൊടുക്കുന്നതിനൊന്നും നമുക്ക് ആരും പേടിയില്ല സന്തോഷേ. അതൊക്കെ നമ്മൾ കൊടുക്കുകയാണ്. ഷിജു പറഞ്ഞത് ശരിയാണ്. പൊതുവേദി 4 മണി മുതൽ 6 മണി വരെ ആക്കണമെന്ന് നമ്മുടെ ശശിധരൻ പറയുന്നുണ്ട്. അപ്പോൾ ബർദോഫാവൻ എന്നോട് പറയുന്നത്, പാണക്കാട്ടെ തമ്പുരാനെ തൊഴാത്ത ഒരു കോൺഗ്രസ്സുകാരനും മുകളിൽ വരില്ല എന്നാണ് ബാർദോഫാവൻ എന്നോട് പറയുന്നത്. ഗ്ലാഡിയേറ്റർ പറയുന്നു, BJPക്ക് ഭൂരിപക്ഷ വോട്ട് കൂടി എന്ന് എക്സിറ്റ് പോളുകൾ പറയുന്നു. പൊതുവേദി 1.5 മണിക്കൂറെങ്കിലും ആക്കണമെന്നാണ് അമ്പാടിയുടെ അഭിപ്രായം. ഇതിപ്പോൾ നമുക്കിത് കുറച്ച് സമയം വർദ്ധിപ്പിക്കണം. അത് നമ്മൾ ചർച്ച ചെയ്യാം. ആളുകൾ വിളിച്ചിട്ടൊന്നും കിട്ടുന്നില്ലെന്നാണ് പറയുന്നത്. റജി ആലപ്പുഴയിൽ നിന്ന്. ശ്രീ റജി, ശ്രീ റജി, ഈ തർക്കം കാണുമ്പോൾ ശ്രീ റജിക്ക് തോന്നുന്നുണ്ടോ VD സതീശൻ കേരളത്തിന്റെ അടുത്ത മുഖ്യമന്ത്രിയാകുമെന്ന്? മനു, ഞാൻ ഒരു തികഞ്ഞ കോൺഗ്രസ് സതീശൻ വാദിയൊന്നുമല്ല. എനിക്ക് രാഷ്ട്രീയം ആവശ്യമെന്ന് കാണുന്നിടത്ത് ഞാൻ ഉപയോഗിക്കും. പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഞാൻ VD സതീശനോട് ഒരു 100% യോജിക്കും. കാര്യം മുമ്പേ രമേശ് ചെന്നിത്തലയുടെ കാര്യമൊക്കെ ഇവിടെ പറയുന്നത് ശ്രദ്ധിച്ചാൽ. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, VD സതീശൻ വരുന്നതിന് മുൻപ് വരെ നമ്മള് രമേശ് ചെന്നിത്തലയുടെ രാഷ്ട്രീയമോ അദ്ദേഹത്തിന്റെ പ്രവർത്തന സംഘടനാ പാഠവത്തിനെ ഒന്നും ഞാൻ ചോദ്യം ചെയ്യുന്നില്ല. VD സതീശൻ വന്നില്ലായിരുന്നു എങ്കിൽ ഞാൻ സങ്കല്പിക്കുന്നതാണ്, ഇന്ന് UDF കാണുന്ന ഒരു ഇമേജും ഉണ്ടായിരിക്കുകയില്ല. പിന്നെ മറ്റൊന്ന്, ഈ ലീഗ് എപ്പോഴും ലീഗിന്റെ പേര് വരുന്നത്, ഞാൻ ലീഗിനെ ഒത്തിരി നാളായിട്ട് ശ്രദ്ധിച്ച ആ കുഞ്ഞാലിക്കുട്ടി എന്നൊക്കെ പറഞ്ഞു എന്തൊരു മിതവാദികളാണെന്ന്. ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് പോലും അദ്ദേഹത്തിന്റെ എനിക്ക് നിൽക്കത്തില്ല. അത്ര മിതത്വമല്ലേ. ഒരു മുസ്ലിം എന്നൊരു വാക്ക് മാത്രം മുന്നിൽ നിൽക്കുന്നേ ഉള്ളൂ. ഞാൻ അവരെ ഓർക്കുന്നത് ബാബറി മസ്ജിദ് പ്രശ്ന സമയത്ത് അവരുടെ മഹനീയമായ സാന്നിധ്യം കേരളത്തിൽ ഇല്ലായിരുന്നു. ഒന്ന് അവര് കടും വെട്ടിയില്ലെന്നും പറഞ്ഞാണ് ഒരു നാഷണൽ ലീഗിനെ ഉണ്ടാക്കിയ LDF. ഈ മുസ്ലിം ലീഗിനെ തകർക്കുവാന്ന് മാത്രം ലക്ഷ്യം വെച്ചുള്ള രാഷ്ട്രീയ കൂട്ടുകെട്ടുള്ളതാണ് ഇന്ന് LDFനോടൊപ്പവും അല്ലാതെയൊക്കെ നിൽക്കുന്നത്. ആ മുസ്ലിം ലീഗ് LDFലാണെങ്കിലോ എന്നൊന്ന് സങ്കല്പിച്ചു നോക്കിയേ. അപ്പൊ ഒരു മതേതര മുഖമാണ് ലീഗ്. ആ മതേതര മുഖത്തിന് ഒരു അഭിപ്രായം
100% മതേതര മുഖം തന്നെ. ഒരു കമ്മ്യൂണിസ്റ്റുകാരന്റെ ഒരു CIT ഓഫീസിൽ ഒരു കല്ലെറിഞ്ഞാൽ കേരളം കത്തുകയല്ലേ? അവരുടെയൊക്കെ ആരാധനാ സ്ഥലം എന്ന് പറയുന്നത് നശിച്ചപ്പം കേരളത്തിലെ മുസ്ലിം ലീഗിന്റെ നേതാക്കള് തെരുവിലിറങ്ങുകയാണ്. അത്രേ ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ ഒരു കോൺഗ്രസ്സുകാരനെ ചെയ്യാൻ പറ്റും. ഞാനൊരു ഹിന്ദു എങ്കിലും ഞാൻ പറയാം. അപ്പോൾ VD സതീശൻ മുഖ്യമന്ത്രി ആയാൽ ശ്രീ റെജി നമുക്ക് മുട്ടായൊക്കെ അയച്ചു തരുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നോക്കാം. VD സതീശൻ വരണം, വന്നേ ഒക്കൂ. രമേശ് ചെന്നിത്തലയ്ക്ക് നമ്മൾ പറയണക്കല്ലപ്പാ. രമേശ് ചെന്നിത്തലയ്ക്ക് പിന്നെ പെരുന്നയും വേണം, കണിച്ചുകുളങ്ങരയും വേണം, എല്ലായിടവും വേണം. അങ്ങനല്ല, ഇപ്പോഴത്തെ നിലപാടിൽ പിണറായി കമ്മ്യൂണിസത്തിന് ബദലായ ഒരു നേതൃത്വം ഇപ്പൊ വേണ്ടി. അപ്പോൾ വ്യക്തമാണ്, താങ്കളുടെ അഭിപ്രായം കൃത്യമാണ്. അപ്പോൾ ശ്രീ റെജി ഒരു VD സതീശൻ വരും എന്ന നിലപാടുള്ള ആളാണ്, വരണം എന്ന നിലപാടുള്ള ആളാണ്. നമുക്ക് അപ്പോൾ ഇതൊക്കെ ഞാൻ ഏതായാലും എനിക്കറിയാവുന്നതാണ്. അപ്പോൾ ഞാൻ എന്തായാലും നമുക്ക് 4-ാം തീയതി ഇതിൻ്റെ ബാക്കി 4-ാം തീയതിക്ക് ശേഷം ചർച്ച ചെയ്യാം. അപ്പോൾ പാണക്കാട് ഇസ് ഫാർ ബെറ്റർ ദൻ കാന്തപുരം എന്നോട് പറയുന്നുണ്ട് ഷിജു. മണിമല മന്ത്രിസഭാ രൂപീകരണത്തിൻ്റെ തിരക്കിലാണെന്ന് തോന്നുന്നു, കമൻറ്റ് ബോക്സിൽ പോലും കാണാനില്ല എന്ന് നമ്മുടെ ശശിധരൻ പിള്ളൈ പറയുന്നുണ്ട്. അപ്പോൾ VC തോമസ് എന്നോട് പറയുന്ന VC തോമസിനെ കണ്ടില്ലല്ലോ എന്ന് ഞാൻ വിചാരിച്ചുള്ളൂ കേട്ടോ. കാരണം UDF രാഷ്ട്രീയ ചർച്ചകളിൽ എപ്പോഴും ഒരു കമൻറ്റ് VC തോമസിൻ്റെ ഉണ്ടാകും. അപ്പോൾ VC തോമസ് പറയുന്നു UDF അധികാരത്തിൽ വന്നാൽ പള്ളിയിൽ ഭയങ്കര തിരക്കായിരിക്കും എന്നാണ് പറയുന്നത്. അതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഓക്കെ, ആദ്യം റിസൾട്ട് വരട്ടെ, പിന്നെയാകാം മുഖ്യമന്ത്രി സ്ഥാനത്തെക്കുറിച്ചുള്ള തർക്കം എന്ന് എന്നോട് ബർദോ ഫാബൻ പറയുന്നു. കോഴിഗ്രാമം എന്നോട് പറയുന്നത് UDF അധികാരത്തിൽ വന്നാൽ എത്ര മുഖ്യമന്ത്രി കസേര പണിയേണ്ടി വരും എന്നാണ് ചോദിക്കുന്നത്. ഗ്ലാഡിയേറ്റർ പറയുന്നു ഒരു ഹിന്ദു ലീഗ് എന്ന പാർട്ടി കൂടി വേണം എന്ന് പറയുന്നു. സെബാസ്റ്റ്യൻ എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. 7978 പറയുന്നു UDF അധികാരത്തിൽ വരും, VD സതീശൻ മുഖ്യമന്ത്രിയാകും, ലീഗ് അഭിപ്രായം പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല. അപ്പോൾ സെബാസ്റ്റ്യൻ കോൺഗ്രസ്സുകാരനാണ്, അപ്പോൾ VD സതീശനെ പിന്തുണയ്ക്കുന്ന ആളുമാണ്. അപ്പോൾ ലീഗ് മതേതരം അല്ല, പേര് തന്നെ വർഗീയമാണ് എന്ന് എന്നോട് ബർദോഫാൻ പറയുന്നു. സോഫിയ തകർത്ത മോസ്ക് വെച്ചപ്പോൾ അതിനെ ഹഗിയ സോഫിയ തകർത്ത് മോസ്ക് വെച്ചപ്പോൾ അതിനെ തകർത്ത് അനുകൂലിച്ചവർ ഇപ്പോൾ തങ്ങൾ എന്ന് പറയുന്നവർ എന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ അത് ബർദോഫാൻ അംഗീകരിക്കുന്നില്ല. മുഖ്യമന്ത്രിയെക്കുറിച്ച് പറഞ്ഞുകൂടെ എന്ന് ചോദിക്കുന്നു. LDF കുറിച്ച് വെള്ളാപ്പള്ളി നടേശന് പറയാമെങ്കിൽ UDFിൻ്റെ ഒരു ഘടകകക്ഷിയായ ലീഗിനത് പറഞ്ഞുകൂടെ എന്നാണ് ലേഖ എന്നോട് ചോദിക്കുന്നത്. തോമസ് പള്ളിയിൽ പോകാത്ത ആളാണെന്ന് തോന്നുന്നു, ആ മനുഷ്യനെ എല്ലാവരും സ്മരിക്കുന്നത് കൊണ്ടാണല്ലോ പുതുപ്പള്ളി പള്ളിയിൽ തിരക്ക് വരുന്നത് എന്ന് ശശിധരൻ പിള്ളൈ പറയുന്നു. പുതുപ്പള്ളി പള്ളിയിൽ ഉമ്മൻചാണ്ടിയുടെ ഖബറിൽ പ്രാർത്ഥിക്ക് എല്ലാ കോൺഗ്രസ് നേതാക്കൾക്കും വരും, അതാണ് തിരക്ക് എന്ന് പറഞ്ഞത്. ഓഹോ, അതാണ്. അപ്പോൾ അതിനുള്ള മറുപടിയാണ് ശശിധരൻ പിള്ളയുടെ. തോമസ് പള്ളിയിൽ പോകാത്ത ആളാണെന്ന് തോന്നുന്നു, ആ മനുഷ്യനെ എല്ലാവരും സ്മരിക്കുന്നത് കൊണ്ടല്ലേ പുതുപ്പള്ളി പള്ളിയിൽ തിരക്ക് വരുന്നത് എന്ന് പറയുന്നു. സന്തോഷ് കുമാർ മെയ് 4 LDFിൻ്റെ ദിനമാണെന്ന് പറയുന്നു. കയ്യൊക്കെ ഇങ്ങനെ മുഷ്ടി ഉരുട്ടി സിന്ദാബാദ് വിളിക്കുകയാണ്. ഒറ്റ അഭ്യർത്ഥനയേ ഉള്ളൂ, വേണുഗോപാൽ വരാതിരിക്കാൻ എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കണം എന്ന് ശിവദാസ് നായർ പറയുന്നു. അയാളിപ്പോൾ ചെയ്യുന്ന ജോലി ഡൽഹിയിൽ സുഖമായി തുടരട്ടെ എന്ന് പറയുന്നത്. അപ്പോൾ KC വേണുഗോപാലിന് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ ഒരു സ്ഥാനം കൊടുത്തിട്ടുണ്ട്. അത് വളരെ സുപ്രധാനമായ ഒരു സ്ഥാനമാണ്. അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട ദൗത്യമാണ്. അപ്പോൾ അത് ചെയ്യട്ടെ എന്നായിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. റാം എന്നോട് പറയുന്നു CPMനേക്കാൾ വലിയ പാർട്ടിയാണ് കോൺഗ്രസ്, ആ കോൺഗ്രസ്സിന് സ്വന്തം തീരുമാനമെടുക്കാനുള്ള ബലം ഇല്ലേ എന്ന് ചോദിക്കുന്നു. ജയകുമാറും മറ്റേ കമൻറ്റ് ബോക്സിലുണ്ട് എന്ന് പറയുന്നു എന്നോട് അമ്പാടി. അപ്പോൾ ഏതായാലും കൊള്ളാം. ഏത് കമൻറ്റ് ബോക്സിൽ ദെയർ ഷുഡ് ബി എ സെഷൻ ഫോർ റീസെൻറ്റ് ടെലിഗ്രാം സ്കാൻഡൽസ് എന്ന് പറയുന്നു. നമുക്ക് വെച്ച് കളയാം. ഓക്കെ, VD സതീശൻ തന്നെ അടുത്ത മുഖ്യമന്ത്രി എന്ന് ജയകുമാർ പറയുന്നു. രാജേഷ് രാജ് എന്നെ I love you സാർ എന്ന് പറയുന്നു. സോ രാജേഷ് രാജ് അതൊരു വലിയൊരു അംഗീകാരമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. താങ്ക് യു സോ മച്ച്. അപ്പോൾ രാജേഷിനും എൻ്റെ എല്ലാവിധ ആശംസകളും ഉണ്ട്. അപ്പോൾ നമ്മുടെ ശശിധരൻ പാലക്കാട് നിന്ന്, ശ്രീ ശശിധരൻ. ഹലോ. നമസ്കാരം. ഗുഡ് ഈവനിങ് സാറ്. ഗുഡ് ഈവനിങ്. ഞാൻ മിഞ്ഞാന്ന് 2-3 പ്രാവശ്യമായി വിളിക്കുന്നു. 16 പ്രാവശ്യം 17 പ്രാവശ്യം വിളിച്ചു, കിട്ടിയില്ല. ഇന്നലെ ഞാൻ ഇവിടെ ഉണ്ടായിരുന്നില്ല, ഭാര്യ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. സുഖം തന്നെ, കുഴപ്പമൊന്നുമില്ല. തൊട്ടടുത്ത് തന്നെയാണ്. പ്ലാപ്പുള്ളി എന്ന് പറയും, ബമ്മണൂർ. ചെരാങ്കുളം കാവ് എന്ന് പറയില്ലേ, പരുത്തിപ്പുള്ളി. അവിടെയാണ്. എന്താ ചെയ്യുന്നത്? ഞാൻ റിട്ടയർഡ് ആണ്. MRF റിട്ടയർഡ് ആയിരുന്നു. റിട്ടയർഡ് ഉദ്യോഗസ്ഥൻ.
ഞാൻ പിന്നെ അവിടെയും ജോലിക്കൊന്നും പോയില്ല. പിന്നെ മതി, നമുക്ക് കുറച്ചു കാലം ഇനി വിശ്രമ ജീവിതം നയിക്കാം. അതെ അതെ, അത് കാരണം കൊണ്ട്. അപ്പൊ ഈ പാലക്കാട് ഭയങ്കര ചൂടാണല്ലേ? പരുത്തിപ്പുള്ളി ചൂടുണ്ടോ? ചൂടൊന്നും പറയണ്ട, മേലിലൊക്കെ ചൂട് കൂടി പൊന്തിയിട്ട് ഇരിക്കുന്നു. അതെയാ? പണ്ട് ഈ ധാരാളം നൊങ്കൊക്കെ കിട്ടുമായിരുന്നു, ഇപ്പൊ അതൊന്നും കിട്ടുന്നില്ല. അതെ അതെ അതെ. അപ്പൊ ശ്രീ ശശിധരൻ കൃഷിയൊക്കെ ഉണ്ടോ വീട്ടിൽ? കൃഷിക്കാരനാണോ? അച്ഛന്റെ അമ്മയുടെ പ്രായത്തിലൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ വിറ്റപ്പോ ഞങ്ങളൊക്കെ എല്ലാരും വേറെ വേറെ ആയി, കൃഷിയൊക്കെ ഉപേക്ഷിച്ചു. അപ്പൊ അതാണ് ഈ പാലക്കാട് ഈ കൃഷിഭൂമി ഇങ്ങനെ ചുരുങ്ങി വരിക എന്നാ എനിക്ക് തോന്നുന്നു അല്ലേ? എല്ലാവരും വിറ്റപ്പോ. പണ്ട് നല്ല 10, 100, 150 പറക്ക് കൃഷിയുള്ളവരായിരുന്നു നമ്മുടെ തറവാട്. അത് ശരി. അപ്പൊ ശ്രീ ശശിധരൻ, ഞാൻ ചോദിച്ചത് ഈ ആര് മുഖ്യമന്ത്രിയാവും എന്നാണ് ശ്രീ ശശിധരൻ കരുതുന്നത്? അത് നമ്മൾ സതീശൻ തന്നെ, അല്ലാണ്ട് പിന്നെ ഇപ്പൊ ആരൊക്കെ വരിക? ആര് വന്നാലും ഇനിയിപ്പോ വന്നിട്ടുണ്ടെങ്കിൽ അടുത്ത ഇലക്ഷനിൽ വരുന്ന സമയത്ത് കോൺഗ്രസുകാരുടെ ഒരു പൊടി പോലും കിട്ടില്ല. കാരണം സതീശനെ കൊണ്ടേ പറ്റൂ. അത് ശരി. അത് അടുത്ത അപ്പൊ ലീഗ് സതീശന്റെ പേര് പറഞ്ഞതിൽ തെറ്റില്ല അല്ലേ? ആര്? മുസ്ലിം ലീഗ് പറഞ്ഞത് ജനങ്ങൾ ആഗ്രഹിക്കുന്നത് സതീശൻ വരണമെന്നാണെന്നാണല്ലോ മുസ്ലിം ലീഗ് തങ്ങൾ പറഞ്ഞത്. അപ്പൊ അത് തെറ്റില്ല. അതെ, ഞങ്ങൾ പക്ക കോൺഗ്രസ്സുകാരാണ് സാറേ. അതെയാ? UDF തന്നെയാണ്. അപ്പൊ നിങ്ങൾ ആ ചിറ്റൂർ മണ്ഡലമാണ് അല്ലേ? ചിറ്റൂർ അല്ല, തരൂർ മണ്ഡലം. തരൂർ മണ്ഡലത്തിലാണ് അല്ലേ? അപ്പൊ തരൂര് പക്ഷേ LDFന്റെ മണ്ഡലമാണ് അല്ലേ? LDFന്റെ മണ്ഡലം. ഇപ്പൊ കഴിഞ്ഞ ഇലക്ഷനിൽ ഇപ്പൊ തരൂർ മണ്ഡലമാണ് ഇപ്പൊ ജയിച്ചത്. LDF ജയിച്ചത്. അതെ. ഇപ്പൊ പെരുങ്ങോട്ടൂർ AV ഗോപിനാഥൊക്കെ ഉണ്ടായിരുന്നില്ലേ? അദ്ദേഹം ഗുരുവായൂർ അമ്പലത്തിന്റെ ഗുരുവായൂർ ദേവസ്വത്തിന്റെ പ്രസിഡന്റായി അല്ലേ? അതെ അതെ, ഇപ്പൊ പ്രസിഡന്റ് ആയി. നിങ്ങളുടെ അദ്ദേഹം പഴയ കോൺഗ്രസ്സുകാരനാണ്. പഴയ കോൺഗ്രസ്സുകാരൻ തന്നെയാണ് AV ഗോപിനാഥ്. ആലത്തൂർ MLA മറ്റുമായിരുന്നു അല്ലേ? അതെ അതെ, ആലത്തൂർ MLA. ശരി. അപ്പൊ വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം, വളരെ കൃത്യമാണ്. അപ്പൊ കാരണം പിന്നെ ഇവര് മറ്റു രണ്ടു കൂട്ടർ വന്നാല് കോൺഗ്രസ്സുകാരുടെ പൊടി കിട്ടില്ല. കാരണം അവർക്ക് ഭരിക്കാൻ അറിയാണ്ടല്ല, ശരിക്ക് ലോകം ഇനി കൊണ്ടുവരാൻ പോണത് പൊന്നു കേരള ആക്കിയിട്ട് സതീശൻ കൊണ്ടുവരും. അതാണ്. അപ്പൊ വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം, കൃത്യവുമാണ്. ഇപ്പോ പിണറായി സാറ് കൊണ്ടുവന്നത് നമ്മുടെ കേരളം എന്നാണ് കൊണ്ടുവന്ന് നടക്കുന്നത് അല്ലേ? ഇപ്പൊ 10 കൊല്ലത്തിന്റെ ഉള്ളിൽ നമ്മുടെ കേരളം. ഇനിയിപ്പോ സതീശൻ കൊണ്ടുവരുന്നത് പൊന്നു കേരളമായിട്ട് കൊണ്ടുവരും. ശരി, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അപ്പൊ കോൺഗ്രസ് CPM-നേക്കാൾ വലിയ പാർട്ടിയാണ് എന്ന് റാംസ് എന്നോട് പറയുന്നു. ഉപതെരഞ്ഞെടുപ്പുകൾ നാട്ടുകാർ ഒന്നടങ്കം എതിർക്കണമെന്ന് ഗ്ലാഡിയേറ്റർ പറയുന്നു. ഹക്കീം ബേക്കലിന് കണ്ടില്ലല്ലോ കുറേ ദിവസമായിട്ട്, ഇന്ന് വന്നിട്ടുണ്ട് കേട്ടോ. എൻ്റെ അഭിപ്രായം മേലെ എഴുതി വായിക്കാതെ പോയെന്ന്. എന്താ ഹക്കീം ബേക്കലിനെ ഞാൻ അങ്ങനെ മറക്കുമോ? പക്ഷെ ഞാൻ കണ്ടില്ല ഹക്കീം, കണ്ടെങ്കിൽ ഞാൻ വായിക്കാതിരിക്കുമോ? ഹക്കീം ബേക്കൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടയാളാണ്. അപ്പോൾ സെബീന സുൽഫി നമ്മുടെ പൊതുവേദിയുടെ സ്ഥിരം പ്രേക്ഷകയാണ്. UDF അധികാരത്തിൽ വരികയാണെങ്കിൽ VD സതീശൻ മുഖ്യമന്ത്രിയായാൽ നല്ലതാണ്, കാരണം ശക്തമായ അഭിപ്രായം ഉള്ള ആളാണെന്ന് തോന്നുന്നുണ്ട്. കാത്തിരുന്ന് കാലങ്ങൾ പോയത് എന്നിട്ടും മണിമല വന്നില്ലല്ലോ എന്ന് പറയുന്നുണ്ട്. വരാതിരിക്കില്ല. നമ്മുടെ MTയുടെ പ്രശസ്തമായ വരികളാണ്, വരും അല്ലേ? അപ്പോൾ മണിമല ഡൽഹിക്ക് പോയി എന്നാണ് അമ്പാടി. ഡൽഹിക്ക് പോകേണ്ട കാര്യം തോന്നുന്നു. നെക്സ്റ്റ് CM ഈ CPM എന്ന് എന്നോട് രാധേരാമൻ പറയുന്നു. സതീശൻ വന്നില്ലെങ്കിൽ ഇനി കോൺഗ്രസ് ശിഥിലമാകും എന്ന് ജയകുമാർ പറയുന്നു. ശാന്തകുമാരി പറയുന്നു വേണുഗോപാൽ വരാതിരിക്കാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു എന്ന് പറയുന്നു. എന്ത് വഴിപാടാണ് ചെയ്യേണ്ടതെന്നാണ് ആലോചിക്കുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ നോക്കാം ആര് വരുമെന്ന്. പെരുന്നയിലെ തമ്പുരാൻ ഒന്നും പറഞ്ഞു കേട്ടില്ലല്ലോ എന്ന് എന്നോട് VC തോമസ് ചോദിക്കുന്നുണ്ട്. അപ്പോഴും ഞാൻ ആലോചിക്കുന്നത് ഈ ഹക്കീം ബേക്കലിൻ്റെ കമൻറ്റ് ഞാൻ വിട്ടുപോയി എന്നാണ് പറയുന്നത്. അത് എവിടെ വിട്ടുപോയി എന്ന് എനിക്ക് ഒരു പിടികിട്ടുന്നില്ല. മലപ്പുറം ജില്ലയിൽ ഓക്കെ. അപ്പോൾ മനുത്യാവ എന്നോട് പറയുന്ന മലപ്പുറം ജില്ലയിലെ സുഡാപ്പിക്കാർ പറയുന്നത് അടുത്ത അസംബ്ലിയിൽ ഒരു സുഡാപ്പിക്കാരൻ ഉണ്ടാക്കുമെന്നാണ്. നോക്കാം. സുഡാപ്പി ഓക്കെ. അപ്പോൾ ശ്രീ തങ്കച്ചൻ കോട്ടയത്ത് നിന്നാണ് വിളിക്കുന്നത്. ശ്രീ തങ്കച്ചൻ നമസ്കാരം. നമസ്കാരം. എനിക്ക് പറയാനുള്ള സാറേ, എനിക്ക് ന്യൂസ് 18-കാരോട് കോൺഗ്രസ് അറിയിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രികൾ തെരഞ്ഞെടുപ്പുകളിൽ പൊതുവേദിയിൽ അവതരിപ്പിച്ച് സ്ഥാനക്കയറ്റം നടത്തണമെന്ന് ആരെങ്കിലും അഭിപ്രായം പറഞ്ഞിട്ടുണ്ടോ?
ACCO KPCC പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. അല്ലെ 2-3 ദിവസമായിട്ട് ഈ ചർച്ചകൾ നടത്തുന്നു. നമ്മുടെ സംസ്ഥാനത്ത് എന്തേറെ പ്രശ്നങ്ങൾ നടക്കുന്നു. ഇപ്പൊ ഇന്ന് ഗ്യാസിന് വില കൂടി, തോറ്റു പോകുന്ന സംസ്ഥാന കമ്മിറ്റിയിൽ വന്നിട്ട് ഈ വിമർശനങ്ങൾക്കൊന്നും നമുക്ക് പ്രാധാന്യമില്ല. പ്രാധാന്യം കോൺഗ്രസിനെ എപ്പോഴും തറപറ്റിക്കുക, അതാണ് ന്യൂസ് 8 നിർബന്ധം. അതാണ് എനിക്ക് തോന്നുന്നത്. കാരണം വെച്ചാൽ ഇവിടെ ജയിച്ചോ UDF ജയിച്ചോ LDF ജയിച്ചോ എന്നൊന്നും തീരുമാനമായിട്ടില്ല. എക്സിറ്റ് പോളിന്റെ തീരുമാനം വന്നപ്പോൾ അതിനെ നിങ്ങൾ മറയാക്കിക്കൊണ്ട് കോൺഗ്രസിന് എപ്പോഴും അങ്ങനെ പറയാൻ പറ്റില്ല, മറ്റൊന്നും പറയാൻ പറ്റില്ല. കോൺഗ്രസിന്റെ ഒരു താത്തി കെട്ടാൻ രീതിയാണ് നോക്കുന്നത്. ഇപ്പൊ മുഖ്യമന്ത്രി ആയാലും രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയും ആർക്കെന്താ കുഴപ്പം? ജനങ്ങളെ തെരഞ്ഞെടുക്കപ്പെടുന്ന അത് ജനങ്ങളെ തെരഞ്ഞെടുക്കുന്നത് ജനങ്ങൾക്കറിയാം ആർക്ക് എങ്ങനെ മുഖ്യമന്ത്രിയാവുന്ന. തീർച്ചയായിട്ടും AICCക്ക് വരിക, KPCCക്ക് വരിക, അവരെ തെരഞ്ഞെടുക്കും. പിന്നെ കൃത്യമായിട്ട് പറഞ്ഞാൽ വി ഡി സതീശൻ മുഖ്യമന്ത്രിയാണ് അഭിപ്രായക്കാരൻ ഞാൻ. വി ഡി സതീശന്റെ നിലപാടുകൾ വ്യക്തമാണ്. നമുക്കിത് ആര്യ ഷൗക്കത്തിന്റെ മത്സരത്തിൽ നയമെടുത്തു, അത് നല്ലതാണ്. അതുപോലെ തന്നെ രാഹുൽ മാങ്കടത്തിൽ നയം, അത് നല്ലതാണ്. പിന്നെ മതമരാധ്യക്ഷന്മാരെ കാണാൻ പോകുന്നില്ല. എനിക്ക് സമയം അതിക്രമിച്ചുകൊണ്ടാണ് എനിക്കിതിന് മറുപടി ഞാൻ പറയുന്നതിന് വരെ അങ്ങ് തന്നെ പറഞ്ഞു. അങ്ങ് വി ഡി സതീശനാണോ എന്ന് പറഞ്ഞു, അങ്ങ് വേറെ ചിലർ രമേശ് ചെന്നിത്തലാവണമെന്ന് പറഞ്ഞു. ഇതാണ് ഈ പ്രശ്നത്തിന് കാരണമെന്നേ. അതിന് ഞാൻ എന്ത് ചെയ്യാനാണ്? മാധ്യമങ്ങളെ കുറ്റം പറയുക, എന്നിട്ട് ഈ ഗ്യാസിൻ്റെ വില ചർച്ച ചെയ്യുന്നില്ലെന്ന്. ഗ്യാസിൻ്റെ വില രാവിലെ തൊട്ട് എല്ലാ മാധ്യമങ്ങളും ചർച്ച ചെയ്തുകൊണ്ടിരിക്കും. ശരി, അപ്പോൾ ലാസ്റ്റ് 1 മിനിറ്റേ ഉള്ളൂ. അപ്പോൾ എന്നോടൊപ്പം KG കുമാറുണ്ട്, കൊട്ടാരക്കരയിൽ നിന്ന്. കുമാർ, 1 മിനിറ്റ്. ഓക്കെ, ഒരു ലാസ്റ്റ് 1 മിനിറ്റേ ഉള്ളൂ. എന്ത് പറയാനാണ് ഇത് പിന്നെ ഈ പല സ്ഥലത്തും പിന്നെ ഈ BJP 2ാം സ്ഥാനത്ത് വരാൻ സാധ്യതയുണ്ട്. 5 സീറ്റ് കൂടുതൽ, ചിലപ്പോൾ 8-ൽ കൂടുതലെങ്ങനെ വരുവാൻ തൂക്കുസഭയ്ക്കാണ് സാധ്യത. ഇവര് വെറുതെ ആവശ്യമില്ലാതെ ഈ 4-ാം തീയതിക്ക് ശേഷം ഈ കാര്യം തീരുമാനിച്ചാൽ പോരെ. വെറുതെ ആവശ്യമില്ലാതെ ഇത് ചർച്ച ചെയ്ത് ഈ വോട്ട് ചെയ്ത ജനങ്ങളെ വെറും പിന്നെ പരിഹാസ്യരാക്കുന്ന ഒരു രീതിയിലുള്ള കാര്യങ്ങളാണ് ഇപ്പൊ ഈ ചർച്ച മുന്നോട്ട് പോകുന്നത്. വെറുതെ ആവശ്യമില്ലാതെ. മാത്രമല്ല വേണുഗോപാൽ ഒരു കാരണവശാലും പോരരുത് അവിടുന്ന്. ബുദ്ധി പറഞ്ഞു കൊടുക്കണം, രാഹുൽ ഗാന്ധിക്ക് ബുദ്ധി പറഞ്ഞു കൊടുക്കണം. ഒരു കാരണവശാലും ഡൽഹിയിൽ നിന്ന് പോരരുത്. അതാണ് എൻ്റെ അഭിപ്രായം. ശരി, വ്യക്തമാണ്. അപ്പോൾ ഗ്ലാഡിയേറ്റർ പറയുന്നത് KC ആയാൽ 2 ഉപതെരഞ്ഞെടുപ്പുകൾ ഉണ്ടാകും എന്നാണ് പറയുന്നത്. അപ്പോൾ ഒന്ന് അദ്ദേഹത്തിന് ഇവിടെ വന്ന് മത്സരിക്കണമല്ലോ, അപ്പോൾ ഒരു സീറ്റ് വേക്കൻ്റ് ആവും. പിന്നെ ഓൾറെഡി അദ്ദേഹത്തിൻ്റെ MP സ്ഥാനം രാജി. അപ്പോൾ 2 ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകും. ഇത് ഒഴിവാക്കാനാണ് ശ്രമിക്കേണ്ടത് എന്ന് ചിലരൊക്കെ എന്നോട് പറയുകയും ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ഒരു അവസാനത്തെ പ്രേക്ഷകൻ എന്നോട് പറഞ്ഞത് നമ്മൾ ഈ കോൺഗ്രസിനെ തകർക്കാൻ എന്തോ ശ്രമിക്കുന്നത്. ഞാൻ സത്യത്തിൽ ഇത് ചർച്ച ചെയ്യുമ്പോൾ വേറെ CPM എന്നോട് പറയുന്നത് നിങ്ങൾ കോൺഗ്രസ് ജയിക്കുമെന്ന ഒരു പ്രവചനം നടത്തുന്നു എന്നൊക്കെയാണ് പറയുന്നത്. അപ്പം നമുക്ക് ഏതൊരു പാർട്ടിയെ തകർക്കണമെന്നോ ഏതെങ്കിലും ഒരു പാർട്ടിയെ ജയിക്കണമെന്നോ ഒന്നുമില്ല. പക്ഷേ അവനവന് ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ പറയുമ്പോൾ ചിലപ്പോൾ മറ്റാളുകൾക്ക് വിഷമം വരാം. അത് ആ വിഷമം സഹിക്കേ നിർവാഹമുള്ളൂ. കാരണം നമുക്ക് അങ്ങനെ ആളുകളുടെ ഇഷ്ടാനിഷ്ടങ്ങൾ നോക്കി സംസാരിച്ച് ശീലമില്ല. പിന്നെ പൊതുവേദി ഏതെങ്കിലും ഒരു രാഷ്ട്രീയ ചായവുള്ളൊരു പരിപാടിയല്ലെന്ന് എല്ലാവർക്കും അറിയാം. എല്ലാ രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങളുള്ളവരും ഇവിടെ വന്ന് അവരുടെ അഭിപ്രായങ്ങൾ പറയുന്നൊരു പരിപാടിയാണ്. അപ്പോൾ നമുക്കൊരു ടെലിവിഷനെ വേണമെങ്കിൽ പരിഹസിക്കാം, അതൊരു പ്രത്യേക വിഭാഗത്തിൻ്റെ ആണെന്ന്. പക്ഷേ പൊതുവേദി അങ്ങനെ ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം ഇവിടെ ഒരു അവതാരകൻ അവതരിപ്പിക്കുന്ന ഒരു പരിപാടിയല്ല, ഇത് ജനങ്ങൾ അവതരിപ്പിക്കുന്ന ഒരു പരിപാടിയാണ്. പ്രതികരിക്കുന്ന കേരളത്തിലെ ജനങ്ങൾ അവരുടെ അഭിപ്രായം പറഞ്ഞുകൊണ്ടേയിരിക്കും. ഏതായാലും ലീഗിൻ്റെ ഈ ഒരു പരാമർശം അത് ശരിയായോ എന്ന് ഞാൻ പോൾ ചെയ്തു. അപ്പോൾ യൂട്യൂബിൽ ഞാൻ ആ ക്വസ്റ്റ്യൻ ജനങ്ങൾക്ക് കൊടുത്തിട്ട് ലീഗിൻ്റെ മുഖ്യമന്ത്രി പരാമർശം UDFനെ വെട്ടിലാക്കിയോ എന്നൊരു ചോദ്യമാണ് ചോദിച്ചത്. അതിൽ 40% ആളുകൾ മാത്രമേ അത് UDFനെ വെട്ടിലാക്കി എന്ന് പറയുന്നുള്ളൂ. 60% ആളുകളും അതിനെ അനുകൂലിക്കുന്നു. ലീഗ് അത് പറയാൻ അർഹതയുള്ളവരാണ്, അവരത് പറഞ്ഞതിൽ തെറ്റില്ല എന്ന നിലപാടാണ് അവർ വയ്ക്കുന്നത്. ഏതായാലും എക്സിറ്റ് പോളുകളും രാഷ്ട്രീയ പ്രസ്താവനകളും ചർച്ചകളും ഒക്കെ ഇങ്ങനെ ചൂടുപിടിക്കുമ്പോഴും അന്തിമ തീരുമാനം ജനങ്ങളുടെ കയ്യിൽ തന്നെയാണ്. അത് നമ്മളിതുവരെ മനസ്സിലാക്കിയിട്ടില്ല. UDF അധികാരത്തിലെത്തിയാൽ മുഖ്യമന്ത്രി ആരാകും എന്ന ചോദ്യം ഉണ്ട്. ലീഗിൻ്റെ പങ്ക് എത്രത്തോളം ആയിരിക്കും എന്ന് ഒക്കെ ഉള്ള ചോദ്യങ്ങളുണ്ട്. കോൺഗ്രസിൻ്റെയും മുന്നണിയുടെയും കൂട്ടായ തീരുമാനമായിരിക്കും എല്ലാത്തിൻ്റെയും അവസാന വാക്ക് എന്ന് പറയുന്നവരുണ്ട്. എന്നാൽ അവസാന വാക്ക് പറയുന്നത് ജനങ്ങൾ അവരുടെ വോട്ടിലൂടെയാണ്. അത് എന്താണ്, എങ്ങനെയാണ് എന്നറിയാൻ നമുക്ക് കാത്തിരിക്കാം. പൊതുവേദി ഇന്ന് ഇവിടെ സമാപിക്കുന്നു. നാളെ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.